ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു വിഷയം, പ്രത്യേകിച്ച് ആനുകാലിക സാഹചര്യങ്ങളിൽ ഒത്തിരി കുട്ടികൾ വിദേശ പഠനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇന്റർനാഷണൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ലോൺ ലഭിക്കുന്നത്, അത് സ്വീകരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതകൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ പി ജെ തോമസ് സാർ നമ്മോട് സംസാരിക്കുന്നു. സാർ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ വളരെ കൃത്യതയോടെ നല്ലൊരു പഠനം നടത്തി ക്ലാസ് എടുക്കുന്ന സാറിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ ക്ഷണിക്കുകയാണ്. യു ആർ വെൽക്കം സാർ. ഓക്കെ, നമ്മുടെ മാറ്റിനി വെബിനാറിലെ എല്ലാ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് സാറ് പറഞ്ഞ പോലെ നമ്മുടെ വിഷയം ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തതും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. വിദ്യാഭ്യാസം എന്നുള്ള വിഷയം തന്നെയാണ്. നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് യോഗ്യരാക്കുന്നതിന് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് വിദ്യാഭ്യാസം. അപ്പൊ ആ വിദ്യാഭ്യാസത്തിന് ഇന്ന് വളരെയധികം പണം ആവശ്യമായി വരുന്നുണ്ട്. അപ്പം അതിന് അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളത് ഇതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്നതിന് അവർ സാധാരണ ഉപയോഗിക്കുന്ന മാനദണ്ഡം എന്താ? അവരുടെ സ്വന്തം കഴിവ് അല്ലെങ്കിൽ എനിക്ക് എന്താണ് വേണ്ടത് അത് നോക്കിയിട്ടാണോ അവർ പലപ്പോഴും വിദ്യാഭ്യാസത്തെ തിരഞ്ഞെടുക്കുന്നത്? കയ്യിലുള്ള കാശ മാതാപിതാക്കളുടെ ഇഷ്ടമാണ് പലപ്പോഴും. മാതാപിതാക്കളുടെ ഇഷ്ടം. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ടീച്ചേഴ്സിന്റെ ഇൻഫ്ലുവൻസ് പലപ്പോഴും അതൊരു ഘടകമാണ്. ടീച്ചേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. മറ്റൊന്ന് സാമ്പത്തികമാണോ? സാമ്പത്തികമുണ്ട്. സുഹൃത്തുക്കളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടോ? യെസ്, തീർച്ചയായിട്ടും. അതായത് സുഹൃത്തുക്കൾ എങ്ങനെ ചെയ്യുന്നു ആ ട്രെൻഡാണ് പൊതുവെ നമ്മൾ വിദ്യാഭ്യാസത്തിൽ പൊതുവെ കാണും. ഒരു കാലത്ത് എഞ്ചിനീയറിംഗ് വലിയൊരു ട്രെൻഡായിരുന്നു. എല്ലാവരും എഞ്ചിനീയറിങ്ങിന് പോകുക. വേറൊരു സമയം വന്നു കഴിഞ്ഞപ്പോൾ നേഴ്സിംഗ്, അത് ആണായാലും പെണ്ണായാലും എല്ലാവരും പോയി. അങ്ങനെ ഒരു ട്രെൻഡ് വന്നു. ഈ വർഷവും കഴിഞ്ഞ കൊല്ലങ്ങളിലായിട്ട് കാണുന്ന ഒരു ഇതാണ് എല്ലാവരും കൊമേഴ്സിന് പോവുക, ബികോം. അത് ഒരു വലിയ ട്രെൻഡായിട്ട് കാണുന്നുണ്ടായി. ഇതോടൊപ്പം തന്നെ ഡിഗ്രി കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയൊരു ട്രെൻഡ് വന്നിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ അല്ല, വിദേശത്ത് പോയി പഠിക്കണം എന്നുള്ള ഒരാഗ്രഹം. വിദേശത്ത് പോവുക എന്നുള്ള ഒരു ട്രെൻഡാണ്. ആ ട്രെൻഡിൽ തന്നെ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും ഭയങ്കര ട്രെൻഡ് വന്നു. ഒരു കാലത്ത് മുഴുവൻ യൂറോപ്പായിരുന്നു, കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്. അത് കഴിഞ്ഞപ്പോൾ യൂറോപ്പിൽ തന്നെയുള്ള ഇംഗ്ലണ്ട്, UK ഒരു ട്രെൻഡായിരുന്നു. ഇപ്പോൾ UK ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ വന്നത് ഓസ്ട്രേലിയ. ഇപ്പോൾ ഓസ്ട്രേലിയ അധികം കാണുന്നില്ല. തുടർന്ന് ന്യൂസിലാൻഡ് വന്നു. ഇതിനോടൊപ്പം തന്നെ അമേരിക്ക ജനറലായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും വന്നിരിക്കുന്ന ട്രെൻഡ് വിദേശത്ത് ഏത് രാജ്യമാണെന്ന് പറയാൻ പറ്റും? ഇപ്പൊ ആൾക്കാർ പിള്ളേർ ഏറ്റവും കൂടുതൽ പോകുന്നു കാനഡ. കറക്റ്റ്. ഇപ്പൊ പോകുന്ന കാനഡ. ഇനി കാനഡ എന്നാണ് സാച്ചുറേറ്റഡ് ആണെന്ന് അറിയത്തില്ല. അപ്പോൾ പുതിയ മലയാളികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം ഇനി പുതിയ ട്രെൻഡ് എവിടെ. അപ്പം ഏത് ട്രെൻഡ് ആയാലും ഇപ്പോൾ വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഒരു ട്രെൻഡായിരിക്കുകയാണ്. അപ്പോൾ അതിനെ അവരുടെ ഫിനാൻസിനെ സപ്പോർട്ട് ചെയ്യാൻ തക്കവണ്ണം ബാങ്കുകൾ പല സ്കീമുകൾ ഡിവൈസ് ചെയ്തിട്ടുണ്ട് വിദേശത്ത് പോകുന്നവരുടെ വിദ്യാഭ്യാസം. ഞാൻ ഫിനാൻഷ്യൽ കാര്യങ്ങളിലാണ് കൂടുതൽ എനിക്ക് കുറച്ചുകൂടെ ആധികാരികമായി പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ അതാണ് പറയുന്നത്. അതിന് ആമുഖമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ വിദേശത്ത് പോകുന്ന ആൾക്കാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട വായ്പ, അത് കൊടുക്കുന്നതിനുള്ള ചില നോട്ട്സ്, അതിന് വേണ്ട ക്രൈറ്റീരിയയും, അവർ പോകേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ എല്ലാവരുടെ അനുഭവത്തോടെ എൻ്റെ PPT ഒന്ന് ഷെയർ ചെയ്യാണ്. സാറേ ഇത് കാണാമല്ലോ സാറേ?
കാണാം കാണാം. കാണാം. ഓക്കെ. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. ഇവിടെ ഞാൻ ടോപ്പിക്കിൽ വെച്ചിരിക്കുന്ന ഇന്റർനാഷണൽ സ്റ്റഡി എന്നുള്ള ടോപ്പിക്കാണ്. ഇന്റർനാഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന നാഷണലിന് അപ്പുറം ഇന്റർനാഷണൽ, അതായത് നമ്മുടെ ദേശത്തിനും വെളിയിൽ പോകുന്നത്. ഇതിന് ഈ ഒരു പേര് മാത്രമല്ല, പല പേരുകൾ പറയുന്നുണ്ട്. ഫോറിൻ സ്റ്റഡി എന്ന് പറയും ചിലർ, മറ്റു ചിലർ പറയും സ്റ്റഡി എബ്രോഡ് എന്ന് പറയും, വേറെ ചിലർ പറയും ഓവർസീസ് സ്റ്റഡി എന്ന് പറയും. സംഗതി എല്ലാം ഒന്ന് തന്നെയാണ്. ഈ നമ്മുടെ നാട് വിട്ടുപോയി പഠിക്കുന്ന ആ ട്രെൻഡ്, അതിനാണ്. അപ്പം അതിന് വേണ്ട ഒരു കണ്ടീഷൻ, പ്രധാനപ്പെട്ട അതിന് വായ്പ ലഭിക്കണമെങ്കിൽ അവര് ഫുൾ ടൈം റെഗുലർ കോഴ്സിനായിരിക്കണം പോകുന്നത്. ഒരു പാർട്ട് ടൈം കോഴ്സിനോ വല്ലതും പോയി കഴിഞ്ഞാൽ അതിന് ഇവിടെ ബാങ്ക് വായ്പകൾ കൊടുക്കില്ല. ഫുൾ ടൈം റെഗുലർ കോഴ്സ് ആയിരിക്കണം പോകുന്നത്. അങ്ങനെയുള്ള കോഴ്സ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഇത് നടത്തുന്ന കോഴ്സല്ല ആകരുത്. ഫോറിൻ കോളേജസ് ഓർ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് നടത്തുന്ന കോഴ്സുകൾ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഫോറിൻ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസ് നടത്തുന്ന കോഴ്സുകൾ, റെഗുലർ കോഴ്സ്, അതും ഫുൾ ടൈം കോഴ്സുകൾക്കാണ് വായ്പ അനുവദിക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ്, ഈ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ നമ്മൾ പോകുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ വെബോമെട്രിക് സൈറ്റിൽ പേരുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. വെബോമെട്രിക് സൈറ്റിൽ അതിൽ തന്നെ ആ രാജ്യത്തെ റാങ്കിൽ കഴിയാവുന്നത് 50 റാങ്കിനകത്തു വരാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്ര റാങ്കിനകത്ത് ചെയ്താലേ കൊടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു കണ്ടീഷൻ ഇല്ല എങ്കിൽ പോലും അതിൻ്റെ പ്രിഫറൻസ് 50-നകത്താണ് ബാങ്കുകൾ സ്വീകരിക്കുന്നത്. എന്താണ് വെബോമെട്രിക് സൈറ്റ് എന്ന് പറയാൻ അറിയാം? ഇവിടെ കൂടെ അധ്യാപകരൊക്കെ ഉള്ള വെബോമെട്രിക് സൈറ്റ് എന്താണ് കേട്ടിട്ടുണ്ടോ? ഇല്ല സർ. ഇല്ലല്ലേ? വെബോമെട്രിക് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈറ്റാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെയും അല്ലെങ്കിൽ കോളേജസിൻ്റെ എല്ലാം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് റാങ്ക് തീരുമാനിക്കുന്ന ഒരു സൈറ്റാണ് ഈ വെബോമെട്രിക് സൈറ്റ്. ആ വെബോമെട്രിക് സൈറ്റിൽ പേരുണ്ടെങ്കിൽ അവർക്ക് ആ നിലവാരമുണ്ട് എന്നുള്ളത്. അവരുടെ എല്ലാം വ്യത്യസ്തമായ സ്റ്റാൻഡേർഡുകൾ വെച്ചുകൊണ്ടാണ് ഈ വെബോമെട്രിക് സൈറ്റിൽ അവർ റാങ്ക് അലോട്ട് ചെയ്യുന്നത്. അതിന് പിന്നെ ഇന്ത്യയിൽ ഇതിനകത്തുള്ള സ്ഥാപനങ്ങളുടെ റാങ്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റാങ്ക് വളരെ താഴെയാണ് എന്ന് നമുക്ക് കാണാം. അതായത് ഇന്ത്യയിലുള്ള ആൾക്കാർ സ്ഥാപനത്തിൻ്റെ പിന്നെ വേൾഡ് വൈഡ് റാങ്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഒരുമാതിരി താഴെ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. ഇന്ത്യയിലെ ഏറ്റവും നല്ല, ഏറ്റവും സ്റ്റാൻഡേർഡുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ളത് AIMS ആണ്. AIMS അല്ല, ബിർള. IIT മുംബൈയാ സാർ. നമ്മുടെ ഏറ്റവും ടോപ്പ് റാങ്കിൽ വരുന്നത് IIT മുംബൈയാണ്. ഇന്ത്യയിലെ വെബോമെട്രിക്സിലെ ഇന്ത്യൻ റാങ്കിൽ ഫസ്റ്റ് IIT മുംബൈയാണ്. അതിൽ IIT മുംബൈയുടെ വേൾഡ് റാങ്ക് എത്രയാണെന്നറിയും? എത്രയായിരിക്കും? ഒരു സങ്കല്പിച്ചെന്ന് പറഞ്ഞു. 200 അല്ല, അത്ര വേണ്ട, 100. പോരാ സാറ്, 180. ഇല്ല സാറേ, അൻസാരി സാർ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കൂട്ടി. ഇല്ല, ഞാൻ തന്നെ പറഞ്ഞേക്കാം. അതായത് നമ്മുടെ IIT മുംബൈയുടെ വെബോമെട്രിക്സിലെ വേൾഡ് വൈഡ് റാങ്ക് എന്ന് പറഞ്ഞാൽ 500-ാം റാങ്ക്. വളരെ നല്ല 500-ാം റാങ്കാണ്. രണ്ടാമത്തെ ഇന്ത്യയിലെ റാങ്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരാണ്. അതിന്റെ റാങ്ക്, ഇന്ത്യൻ റാങ്ക് 2-ഉം വേൾഡ് റാങ്ക് 524-മാണ്. ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ വെച്ച് നോക്കിയാൽ ഏറ്റവും നല്ല സ്റ്റാൻഡേർഡുള്ള യൂണിവേഴ്സിറ്റി ആണെന്ന് പറയാം ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹിയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി 7-ാം റാങ്കാണ്. ഇന്ത്യയിലെ റാങ്ക് 7-ആണ്, 699-ാം റാങ്ക്.
അതുപോട്ടെ, നമ്മൾ കേരളത്തിലേക്ക് വരാം. നമ്മൾ ഇന്റർനാഷണലിനെ പറ്റി പറയണമെങ്കിലും ഇപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കണം, നല്ലത് തന്നെയാണ്. കേരളത്തിലെ ഉള്ള യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും റാങ്ക് ഏതാന്ന്? കേരള യൂണിവേഴ്സിറ്റി. കേരള യൂണിവേഴ്സിറ്റി തന്നെയാണ്. അത് നമ്മുടെ ഇന്ത്യൻ റാങ്ക് പക്ഷേ 87ാം റാങ്കാണ് ഇന്ത്യയിലെ റാങ്കിൽ വരുന്നത്. ദാറ്റ് ഈസ് വേൾഡ് റാങ്ക് ഈസ് 2344, 2344 റാങ്കാണ്. ഇതിനകത്ത് ഈ വെബോമെട്രിക്സിലെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ റാങ്ക്. അത് പിന്നെ നെക്സ്റ്റ് നമ്മുടെ കേരളത്തിൽ വരുന്നത് MG യൂണിവേഴ്സിറ്റിയാണ്. MG യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ റാങ്ക് 89ആണ്, വേൾഡ് റാങ്ക് 2401 റാങ്കാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ. കൊച്ചിനെ അതൊന്നും വരത്തില്ലയോ? കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഇതിനകത്ത് ഉണ്ടാവും. ഞാൻ അതിന്റെ റാങ്ക് എടുത്തില്ല സാർ. ഓക്കെ, അത് അതിനകത്ത് കയറി നോക്കിയാൽ നമുക്കറിയാം സാർ. അടുത്ത വെബോമെട്രിക്സ് ആരാ നിശ്ചയിക്കുന്നത്? അത് എബോമെട്രിക്സിന് അതിന് വലിയൊരു ബോഡിയാ സാറേ. അതിന്റെ കൂടെ അതിന്റെ എത്ര ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡിലെ ഏറ്റവും വലിയ ഇതിനു വേണ്ടി അംഗീകരണമുള്ള സ്ഥാപനമാണ്. ആസ്ഥാനം എവിടെയാ? എവിടുന്നാണ് അതിന്റെ സ്ഥാപനം? എല്ലാം അമേരിക്കയാണ്. ഓക്കെ, യൂണിവേഴ്സിറ്റി 1866. 1800 സാർ അതിന് നോക്കിയല്ലേ, 1866. അപ്പൊ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയെക്കാളും മുകളിലുണ്ടല്ലേ? കേരള യൂണിവേഴ്സിറ്റിയെക്കാളും മുകളിലാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി. അതായിരിക്കണം, ശരി. ഓക്കെ, ഈ വെബോമെട്രിക്സിലെ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് റാങ്ക് ഏതാന്ന് പറയാം? ഓക്സ്ഫോർഡാണ്. ഓക്സ്ഫോർഡ് അല്ല സാറേ, ഹാർവാർഡാണ്. ഹാർവാർഡാണ് നമ്പർ 1. ഓക്കെ, നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ അതിനെപ്പറ്റി അത്രയും നമ്മൾ പോകേണ്ട കാര്യമില്ല. എന്നാലും നമ്മൾ ഇതിനെപ്പറ്റി ഇത്രയൊന്ന് അറിഞ്ഞിരിക്കുന്നത് നമ്മളെ ഇതിനു വേണ്ടിയിട്ട് ഞാൻ അത്രയൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ വെബോമെട്രിക് സൈറ്റിൽ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രമേ ബാങ്കുകൾ വായ്പ കൊടുക്കൂ. വെബോമെട്രിക്സിൽ ഇല്ലെങ്കിൽ he is not eligible. That institution is not eligible for international education. സ്വത്ത് ഒക്കെ പണയം വെച്ചാലും കൊടുക്കത്തില്ലയോ? എന്ത് ചെയ്താലും കൊടുക്കില്ല സാർ. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് നോട്ട് എലിജിബിൾ. എലിജിബിലിറ്റി ഇല്ല. ഓക്കെ സാറ് സിംഗപ്പൂരിൽ പോകാൻ വേണ്ടിയിട്ട് കൊടുക്കുമല്ലോ അല്ലയോ? സിംഗപ്പൂർ ഉണ്ട് സാർ, സിംഗപ്പൂർ കൊടുക്കും. സിംഗപ്പൂരൊക്കെ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന സ്ഥാപനങ്ങൾ. വേറെ ചില സ്ഥാപനങ്ങളിൽ ചില കോഴ്സിന് പോയ ബുദ്ധിമുട്ടാണ് ഞാൻ അടുത്ത ഇതിൽ പറയുന്നത്. ഓക്കെ സാർ, ഞാൻ ഈ ഓരോ സ്ലൈഡിലും പറയുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കാം കേട്ടോ. എന്നിട്ട് ജനറൽ ആയിട്ടുള്ള പിന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. അടുത്ത എലിജിബിൾ ഡിഗ്രി അല്ലെങ്കിൽ ഏത് കോഴ്സിന് കിട്ടും എന്ന് നമുക്ക് നോക്കാം. ഇതിന് എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുന്നത് റെഗുലർ ഗ്രാജുവേറ്റ് കോഴ്സിന് കൊടുക്കും, പോസ്റ്റ് ഗ്രാജുവേഷന് കൊടുക്കും, ഡോക്ടറേറ്റിന് കൊടുക്കും. ഇതിനാണ് കൊടുക്കുന്നത്. ഇത് മിക്കവാറും വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ കൊടുക്കും. എന്നിരുന്നാലും ബാങ്കുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് USA, UK, അതായത് വെസ്റ്റേൺ കൺട്രീസ്, നമ്മുടെ ഏഷ്യൻ കൺട്രീസിൽ സിംഗപ്പൂർ ആൻഡ് ജപ്പാൻ, ഹോങ്കോങ്, പിന്നെ ഓസ്ട്രേലിയയിൽ ഇതിൽ വരുന്ന ന്യൂസിലാൻഡ്. അപ്പൊ ഇങ്ങനെയുള്ള രാജ്യങ്ങളെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഈ രാജ്യങ്ങളിലേക്കുള്ള കോഴ്സുകൾക്കെല്ലാം മിക്കവാറും ഈ എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുന്നു. അവിടെ പോയി അവിടെ എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സിന് പോയി കഴിഞ്ഞാൽ കിട്ടില്ല. ഒന്നുമില്ല, ഗ്രാജുവേറ്റ് ആയിരിക്കണം, അല്ലെ പോസ്റ്റ് ഗ്രാജുവേറ്റ്, അല്ലെ PhD. ഈ കോഴ്സുകൾക്ക് മാത്രമേ എഡ്യൂക്കേഷൻ ലോൺ കിട്ടൂ. ഞാൻ ഈ എഡ്യൂക്കേഷൻ ലോൺ പറയുമ്പോൾ തന്നെ ഇതിനകത്ത് പിന്നെ പറഞ്ഞു വരുന്ന പല കാര്യങ്ങളിലും ബാങ്കുകൾ തമ്മിൽ വേരിയേഷൻ ഉണ്ടാവും, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ ജനറൽ ആയിട്ടുള്ള കാര്യമേ ഉള്ളൂ. ഞാനിവിടെ ഏതെങ്കിലും റേറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ടു ബാങ്ക് അതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിന് ആ രീതിയിൽ കണ്ടാൽ മതി എന്ന് മാത്രം ഞാൻ പറഞ്ഞു. ഓക്കെ, അടുത്തത് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ കോഴ്സ്, അതായത് MBBS കോഴ്സിന് നമ്മുടെ ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെല്ലാം MBBS പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരെല്ലാം നമ്മുടെ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നീറ്റ് ഒരു പ്രാവശ്യം എഴുതി, അത് കിട്ടിയില്ല. ചിലർ രണ്ടാമത് പ്രാവശ്യം കിട്ടി, എന്നിട്ടും കിട്ടാതെ വരുന്ന കുട്ടികളുണ്ട്. എന്നാലും അവരുടെ മനസ്സിൽ നിന്ന് MBBS എന്നുള്ള പറഞ്ഞ ത്വര പോകില്ല. അപ്പോൾ അവർ MBBS എവിടെ പോയി പഠിക്കാം എന്ന് അവർ അന്വേഷിച്ച് അവർ പോകുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള കുറേ രാജ്യങ്ങളാണ്
ചൈന, പഴയ USSRന്റെ ഭാഗങ്ങളായിരുന്ന കുറെ രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ അവിടുന്ന് സെപ്പറേറ്റ് ചെയ്തു പോയ ഏതാണ്ട് 15ഓളം രാജ്യങ്ങളുണ്ട് ഈ പഴയ USSRന്റെ ഭാഗമായ. അതായത് അർമേനിയ, ബൈജാൻ, ബെലാറസ്, എസ്റ്റോണിയ, ജോർജിയ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ലാത്വിയ, ലിത്വാനിയ, മാൽദീവ്, ഇപ്പോഴത്തെ റഷ്യ, താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉക്രൈൻ, ഇങ്ങനെയുള്ള കുറേ 15ഓളം രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിലെല്ലാം MBBS കോഴ്സുകൾക്ക് വളരെ കോസ്റ്റ് കുറവാണ്. ഏതാണ്ട് 30 ലക്ഷം രൂപയ്ക്ക് അവിടെ ഇത് കഴിയും. അപ്പോൾ നമ്മുടെ മാലിദ്വീപ് ഉണ്ടെന്ന് പറഞ്ഞു. മാലിദ്വീപ് ഉണ്ടോ? മാലദ്വീപ് ഈ മാലദ്വീപ് അതിനകത്ത് വരുന്ന. മാലദ്വീപ് റഷ്യയുടെ ഭാഗമല്ല, എന്നാലും നമ്മുടെ ഇങ്ങനെയുള്ള കുറെ രാജ്യങ്ങളുണ്ട്. അല്ല, അവിടെ MBBS ഉണ്ടോ മാലിദ്വീപിൽ? മാലദ്വീപിലും MBBS ഉണ്ടോ ഞാൻ കൃത്യം ഓർക്കുന്നു. അല്ല, സാർ ഇപ്പൊ പറഞ്ഞു, വാക്ക് പറഞ്ഞു, അതുകൊണ്ടാണ് ചോദിച്ചത്. മാലദ്വീപ്സ് അല്ല സാറേ, ഞാൻ പറഞ്ഞ നമ്മുടെ മാൾഡോവയ. അതും പക്ഷെ മാലദ്വീപ്സ് ആണോ ഞാൻ പറഞ്ഞത്? മാൾഡോവ. അത് പഴയ റഷ്യ സ്പ്ലിറ്റ് ചെയ്ത് കുറെ രാജ്യങ്ങൾ ഉണ്ടായിട്ടില്ല സാർ, അതിൽപ്പെട്ട രാജ്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ രാജ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നിയറസ്റ്റ് രാജ്യങ്ങളായ നമ്മുടെ ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഒക്കെ പോയി MBBS പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവര് ഒരു പരീക്ഷ എഴുതി പാസ്സാകണം. അതായത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഒരു എക്സാമിനേഷൻ അവർ പാസ്സാകണം. FMG എന്ന് പറയും. പക്ഷേ ഇവിടെ ലോ കോസ്റ്റിൽ പഠിച്ചു വരുന്ന ഈ കുട്ടികൾ ഇവിടുത്തെ പാസിംഗ് പെർസെൻറ്റേജ് വളരെ മോശമാണ്, 15% താഴെയാണ്. ഇത് നാഷണൽ ബോർഡ് ഫോർ എക്സാമിനേഷൻ NBEയുടെ കണക്ക് പ്രകാരം 2015 to 18 വരെയുള്ള കൊല്ലങ്ങളിൽ ഇവരുടെ ആവറേജ് പെർസെന്റ് 14.2 മാത്രമേ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത്, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ MBBS കോഴ്സുകൾക്ക് പോകാൻ നമ്മുടെ കുട്ടികൾ താല്പര്യമെടുത്താൽ അവരെ നമ്മൾ കഴിയാവുന്നതും നിരുത്സാഹപ്പെടുത്തണം എന്നുള്ള ഒരു അപേക്ഷ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അവസാനം ജോലി ചെയ്ത ഓഫീസ് ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് സെല്ലായിരുന്നു. അവിടെ വായ്പ കൊടുക്കുന്ന ഹൗസിംഗ് ലോണും വിദേശത്ത് പോകുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ വായ്പയായിരുന്നു. ഏതാണ്ട് 62ഓളം ബ്രാഞ്ചുകൾ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ബ്രാഞ്ചുകളിൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോകാൻ MBBS കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് അപേക്ഷയായിട്ട് വരുമ്പോൾ ആ അപേക്ഷ നിഷേധിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. പക്ഷേ അവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഈ അനുഭവം വെച്ച് എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ആ ബ്രാഞ്ചിനെയും ആ കുട്ടികളെയും കുട്ടികളുടെ മാതാപിതാക്കളെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കോഴ്സ്. അതിൽ പക്ഷെ അപൂർവം പേര് മാത്രമേ ഉള്ളൂ എന്നാൽ അത് വേണ്ട, സാങ്ഷൻ ചെയ്യണ്ട എന്ന് പറഞ്ഞത്. ബാക്കി എല്ലാവരും ഞങ്ങൾക്കിത് സാങ്ഷൻ ചെയ്യണം, പോണം എന്ന് വാശി പിടിച്ചവരാണ് നമ്മൾ ലോൺ സാങ്ഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ളവരെല്ലാം അവിടെയെല്ലാം MBBS 6 കൊല്ലമാണ്. അവര് ഇന്ത്യയിൽ വന്ന് പരീക്ഷ എഴുതിയിട്ട് പലരും പാസ്സായിട്ടില്ല എന്നുള്ളതാണ് അനുഭവം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു അപേക്ഷ നമ്മുടെ ആൾക്കാർ, നമ്മൾ ഇത് കേൾക്കുന്നവരെല്ലാം ആരെങ്കിലും ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ദയവായി അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ആവശ്യത്തിനായി പോയി പറഞ്ഞോ സാറേ? ഓക്കെ, കണ്ടിന്യൂ സർ. ഓക്കെ. അപ്പം അങ്ങനെയുള്ള കോഴ്സ് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വിചാരിക്കുന്നതാണ്. പിന്നെ ബാങ്കുകൾ എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുമ്പോൾ ഈ പോകുന്ന കോഴ്സുകൾ എന്തായാലും ആ കോഴ്സിന് അവിടെ നല്ല എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള ഒരു അന്വേഷണം കൂടെ നടത്താറുണ്ട്. ആ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സുകൾക്ക് തന്നെ പോകണം. കാരണം ഒരു വലിയ തുകയായിട്ടാണ് ഇവർ വായ്പ എടുത്തു പോകുന്നത്. നല്ലൊരു ജോലി അവർക്ക് കിട്ടിയില്ലെങ്കിൽ ഈ തുകയും ഇൻട്രസ്റ്റും അവർക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരും എന്നുള്ളത് കൊണ്ടാണ് ബാങ്കുകൾ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്ത് ഇതിന് പോകാവൂ എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരും. ഓക്കെ.
ഇനി ആർക്കൊക്കെയാണ് ഇത് എലിജിബിൾ എന്ന് നോക്കാം. ഇത് ഞാൻ പറഞ്ഞു ഡിപ്ലോമയ്ക്ക് കിട്ടിയല്ല, ഗ്രാജുവേറ്റ് ഓർ ഹയർ ഡിഗ്രി കോഴ്സസിന് മാത്രമേ കിട്ടൂ. ഇങ്ങനെയുള്ള നമ്മുടെ ബെബോമെട്രിക് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ മാത്രമേ അവർക്ക് വായ്പ കിട്ടുകയുള്ളൂ. ഓക്കെ, സ്റ്റുഡൻസ് ഇത് സെലക്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. അത് ഒരു പ്രധാനപ്പെട്ടതാണ്. പക്ഷേ മറ്റുള്ള വിദ്യാഭ്യാസ വായ്പയ്ക്കെല്ലാം 60% ഒരു മാർക്ക് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫോറിൻ സ്റ്റഡിക്ക് അത് ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ബാങ്കുകൾ പലപ്പോഴും ഇത് 60 ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. അല്ലെങ്കിൽ ഇവൻ അവിടെ പോയാൽ ഇത് പാസ്സായില്ലേ എന്തിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു കണ്ടീഷൻ അവർ വെക്കാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യമാണ്, ഇത് ഈ കുട്ടികളുടെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ, സിബിൽ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ, അത് ഓരോ ബാങ്കിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലർ 700 വെക്കാറുണ്ട്, ചിലർ 750 വെക്കാറുണ്ട്. അത് ഓരോ സ്ഥാപനങ്ങളും അവരുടെ ഡിമാൻഡ് സപ്ലൈ അനുസരിച്ചാണ് ആ കണ്ടീഷൻ വെക്കുന്നത്. ഓക്കെ, അപ്പം ആ ക്രെഡിറ്റ് സ്കോറും ഉണ്ടെങ്കിൽ മാത്രമേ ഈ വായ്പ ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ കോ ആപ്ലിക്കൻ്റായ പേരൻറ്റിന് ഇത് അനുവദിക്കുകയുള്ളൂ. ഇവർ രണ്ടുപേരുടെയും ക്രെഡിറ്റ് സ്കോർ നോക്കും. ആ ക്രെഡിറ്റ് സ്കോറിനകത്താണെങ്കിൽ മാത്രമേ ഈ വായ്പ അനുവദിക്കൂ. അടുത്തത് മറ്റു ചില രാജ്യങ്ങൾക്ക് ചില ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ കുട്ടികൾ പോകുന്ന സമയത്ത് അതിന് വേണ്ട സകല ചെലവുകളുമായി അടങ്ങുന്ന ഒരു തുക ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളതിന് അവരുടെ ബാങ്ക് ബാലൻസ് അവർ കാണിക്കാം. അതിന് ബാങ്കിന്റെ ഫാക്ട് ഷീറ്റ് കൊടുക്കും. അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയുള്ളതാണ് ഉള്ളതെങ്കിൽ അവർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒരു സർട്ടിഫിക്കറ്റ്, അങ്ങനെ കൊടുത്താൽ മാത്രമേ ഈ സ്ഥാപനം ഇവർക്ക് വിസ ഇഷ്യൂ. അങ്ങനെ ഇതെല്ലാ രാജ്യങ്ങളോ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനോ ഇത് നിർബന്ധം പിടിക്കാറില്ല. പക്ഷെ ചില രാജ്യങ്ങളും ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതെല്ലാം നിർബന്ധം പിടിക്കാറുണ്ട്, പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിൽ. അപ്പൊ അങ്ങനെയുള്ളവർ അവരുടെ അക്കൗണ്ടിൽ അതിനുള്ള സോഴ്സ് ബാലൻസ് അവർ കീപ്പ് ചെയ്യണം. അത് അന്ന് ഈ ബാലൻസ് ഇങ്ങനെ എന്നും നിലനിർത്തേണ്ട കാര്യമില്ല. മിക്കവാറും അവർക്ക് വിസയൊക്കെ ആവശ്യം കഴിഞ്ഞാൽ പലരും ഇത് എടുക്കാറുണ്ട്. പക്ഷെ അന്നേരം ഈ സോഴ്സ് ഇതിനകത്ത് കാണിച്ചിരിക്കണം. അതിൻ്റെ ഒരു ഫാക്ട് ഷീറ്റ് അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ ഇത്രയും തുക അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ റിസോഴ്സ് കൊടുക്കാൻ വേണ്ടി ഒരു തുകയായിട്ട് ബാങ്ക് വായ്പ അനുവദിക്കില്ല. ഇവരത് അറേഞ്ച് ചെയ്ത് അതിനുള്ള പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് ചില രാജ്യം. ഇനി ഈ വായ്പയ്ക്ക് പോകാൻ വേണ്ട ഇവർ കൊണ്ടുവരേണ്ട ഈ കുട്ടികൾ കൊണ്ടുവരേണ്ട ഡോക്യുമെന്റിനെ പറ്റി പറയാം. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഡോക്യുമെന്റ് തന്നെയാണ്. ഒന്ന്, എല്ലാ ബാങ്കിനും അവരുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഫിൽഡ് ആൻഡ് സൈൻഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് അതെല്ലാവർക്കും വേണ്ടതാണ്. ഇവരുടെ പാസ്പോർട്ട്, നിർബന്ധമായിട്ടും പാസ്പോർട്ട് ഉണ്ടായിരിക്കും. ആ പാസ്പോർട്ടിന്റെ കോപ്പി കൊടുക്കേണ്ടതുണ്ട്. അടുത്തത് അവരുടെ റെസിഡൻസ് പ്രൂഫ്, ഇതോടൊപ്പം തന്നെ ആധാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള റെസിഡൻസ് പ്രൂഫ് ഇവർ കൊടുക്കേണ്ടതുണ്ട്. അടുത്തത് ഇവരുടെ അക്കാഡമിക് ഡോക്യുമെന്റ്സിന്റെ മാർക്ക് ലിസ്റ്റ്, അതായത് +2 കഴിഞ്ഞാൽ പോണേ +2വിന്റെ, ഡിഗ്രി കഴിഞ്ഞാണ് പോയണേ ഡിഗ്രിയുടെ അതിൻ്റെ മാർക്ക് ലിസ്റ്റും അതിനുള്ള മറ്റുള്ള ഡോക്യുമെന്റ്സും കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ചില രാജ്യങ്ങളെല്ലാം പോകണമെങ്കിൽ അവർക്ക് ചില പ്രത്യേക ഇത് പാസ്സാകേണ്ടതുണ്ട്. അവരുടെ ലാംഗ്വേജ് ഇത്, അതായത് ടോഫൽ, IELTS പോലെയുള്ള പരീക്ഷകൾ പാസ്സാകേണ്ടതുണ്ട്. അങ്ങനെയുള്ളതിൻ്റെ മാർക്ക് ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ഹാജരാക്കേണ്ടി വരും. അടുത്തത്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവർക്ക് കൊടുക്കുന്ന ഒരു ഓഫർ ലെറ്റർ, ആ ഓഫർ ലെറ്റർ നിർബന്ധമായിട്ടും കാണിക്കും. ആ ഓഫർ ലെറ്ററിൽ ഇവർക്ക് ഇതിനകത്ത് വരുന്ന എക്സ്പെൻസ് എത്രയാണെന്ന് അവർ കാണിച്ചില്ല. അങ്ങനെയുള്ള ഒരു ഓഫർ ലെറ്റർ നിർബന്ധമായിട്ട് ഇവർ ഹാജരാക്കും. അത് ഹാജരാക്കിയാൽ മാത്രമേ ബാങ്കുകൾ ഇത് കൺസിഡർ ചെയ്യും ലോൺ സാങ്ഷൻ ചെയ്യും. അടുത്തത്, ഇവർക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ ആ സ്കോളർഷിപ്പിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അവർ കാണിച്ചിരിക്കണം. അതിനെന്തെങ്കിലും ഡോക്യുമെന്റ് അവരുടെ കാണും, അത് കാണിച്ചു. പിന്നെ പാസ്ബുക്ക്, ബാങ്കിന്റെ പാസ്ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെ ഫാക്ട് ഷീറ്റ്, അത് കുട്ടിയുടെയും കുട്ടിയുടെ കോ ആപ്ലിക്കന്റിന്റെയും 8 മാസത്തെ കാണിക്കണം. 1-2 ദിവസത്തെ കൊടുത്താൽ ഇവർക്ക് എങ്ങനെയുണ്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് രീതി എന്നറിയാൻ വേണ്ടിയാണ് 8 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി കൊടുക്കണം. പിന്നെ ഇതിന് ഈട് കൊടുക്കുന്ന വസ്തുവിന്റെ ലാൻഡ് ഡോക്യുമെന്റ്സ്, അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പോകുന്നില്ല. നമ്മുടെ ആധാരം, മുന്നാധാരം, കൈവശ സർട്ടിഫിക്കറ്റ്, കരാട് രസീത്, ബാധ്യത സർട്ടിഫിക്കറ്റിനുള്ള ഡോക്യുമെന്റുകളുണ്ട്, അതെല്ലാം കൊടുക്കേണ്ടതുണ്ട്. അതെല്ലാം വെച്ച് അഡ്വക്കേറ്റ് നോക്കി
അതിൻ്റെ LSR എടുത്ത് അപ്രൂവ് ചെയ്ത് ഒക്കെയാണ് നമ്മൾ ഈട് വെക്കുന്നത്. അതിനുള്ള എല്ലാ ഡോക്യുമെന്റും വേണം. പിന്നെ പേരന്റിന്റെ ഇൻകം പ്രൂഫ്, അതായത് പേരന്റിന് ഈ കുട്ടിയുടെ ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇൻകം ഉണ്ടെന്നുള്ളതിന്റെ ഇൻകം പ്രൂഫ് വേണം. പേരന്റിന്റെ ആസ്തി വിവരം അറിയുന്ന അസറ്റ് ഓഫ് ദ കോ ആപ്ലിക്കൻ, കുട്ടികൾക്ക് ചിലപ്പോൾ ആസ്തിയൊന്നും കാണില്ല, കോ ആപ്ലിക്കന്റിന്റെ ആസ്തിയുടെ വിവരങ്ങൾ കിട്ടും. ഇത്രയും ഡോക്യുമെന്റുകൾ ഈ കുട്ടി ഈ വായ്പയ്ക്ക് വേണ്ടി ബാങ്കിൽ ഹാജരാക്കി. ഇതിനകത്ത് എക്സ്പെൻസ് കവർ ചെയ്യുന്നു. അത് സാർ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ സ്ഥാപനം ചാർജ് ചെയ്യുന്ന ട്യൂഷൻ ഫീസ് അതെല്ലാം വേണം. എക്സാമിനേഷൻ ഫീസ് കാണും, അത് വേണം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനെല്ലാം ലൈബ്രറി ഫീസ് കാണും, ആ ലൈബ്രറി ഫീസ് വേണം. ലാബ് ഫീസ് വേണം. പിന്നെ കുട്ടിക്ക് അവിടെ ജീവിക്കാൻ വേണ്ട ലിവിങ് എക്സ്പെൻസ് വേണം, അതിനെ പറ്റിയുള്ളത്. പിന്നെ കുട്ടിക്ക് അങ്ങോട്ട് പോകാനും ലാസ്റ്റ് കോഴ്സ് കഴിഞ്ഞോട്ട് തിരിച്ചു പോരാനുമുള്ള എയർ ടിക്കറ്റ് അതെത്രയാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഇത്. ഇവര് സ്റ്റഡി മെറ്റീരിയൽ എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റുകൾ, ഇങ്ങനെയുള്ള. പിന്നെ ഈ വിദേശ രാജ്യങ്ങൾ ഇവർക്ക് ഇൻഷുറൻസ് നിർബന്ധം എടുക്കാറുണ്ട്, അങ്ങനെയുള്ള ഇൻഷുറൻസിന്റെ ചാർജ്, ഇങ്ങനെയുള്ള ഈ ചാർജുകളെല്ലാം കൂട്ടിയിട്ടാണ് ഈ എത്ര തുക കൊടുക്കണം എന്നുള്ള തുക ബാങ്കുകൾ നിശ്ചയിക്കും. അടുത്തത്, ഈ കിട്ടിയ തുക മുഴുവൻ ബാങ്കുകൾ വായ്പ കൊടുക്കുകയില്ല, 100% വായ്പ കൊടുക്കില്ല. ഇതിൻ്റെ ഒരു തുക മാർജിൻ അഥവാ നമ്മുടെ ആപ്ലിക്കൻ്റ് കോൺട്രിബ്യൂഷനായിട്ട് ഇതിൻ്റെ ആപ്ലിക്കൻ്റ് അടയ്ക്കേണ്ടതുണ്ട്. അത്ര എത്രയാണെന്ന് നോക്കാം. 10 മുതൽ 15% ഇൻസിസ്റ്റ് ചെയ്യുന്നത്. 10 മുതൽ 15%. ചിലർ 10 ചെയ്യും, ചിലർ 15 കൊടുക്കും. അത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഇൻസ്റ്റിറ്റ്യൂഷൻ വ്യത്യാസമുണ്ട്. 10 മുതൽ 15 വരെയുള്ള ഒരു പെർസെൻറ്റേജ് ഈ കുട്ടിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ കോ ആപ്ലിക്കൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. പക്ഷേ കുട്ടിക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിനകത്ത് ഒരു ഈ ലോണിൻ്റെ ഒരു 5% സ്കോളർഷിപ്പായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ടുള്ള മാർജിൻ ഇവർ മീറ്റ് ചെയ്യണം. സ്കോളർഷിപ്പ് മാർജിനായിട്ട് കണക്കാക്കും. അതാണ് ഇനി ലോണായിട്ട് അനുവദിക്കുന്നത്. അതായത് നമ്മൾ മുമ്പ് കണക്കാക്കിയ ടോട്ടൽ എക്സ്പെൻസിൽ നിന്നും ഈ മാർജിൻ കുറച്ച് കഴിഞ്ഞാൽ അത് ലോണായിട്ട് നമുക്ക് കണക്കാക്കാം. ലോൺ കൊടുക്കുന്നത് 1.5 കോടി വരെയുള്ള ഒരു തുക വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. 1.5 കോടി വരെ. അതായത് ചില രാജ്യങ്ങളിൽ പല കോഴ്സുകൾക്കൊക്കെ പോകുന്നതിന് ഭയങ്കര കോസ്റ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയിലാണ്. അവിടുത്തെ കോഴ്സുകൾക്കെല്ലാം ഇതിനും നല്ല കോസ്റ്റ് കൂടുതൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ 1.5 കോടി വരെ കൊടുക്കാനായിട്ടുള്ള പ്രൊവിഷൻ എഡ്യൂക്കേഷൻ ലോൺ. 7.5 ലക്ഷം വരെ വേണമെങ്കിൽ കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാണ്ട് കൊടുക്കാം. 7.5 ലക്ഷം വരെയുള്ള വായ്പയ്ക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാണ്ട് കൊടുക്കണം. അപ്പോൾ ചില ആൾക്കാർ 30 ലക്ഷമുള്ള കോഴ്സ് വരുന്ന ഒരു കോഴ്സാണെങ്കിൽ ചെന്ന് ലോൺ ചോദിക്കുക, എനിക്ക് 7.5 ലക്ഷം മതിയെന്ന് പറയും. കാരണം ഈടൊന്നും കൊടുക്കാതെ വായ്പ എടുക്കാൻ വേണ്ടി. അങ്ങനെയുള്ള കേസുകളിൽ ബാങ്കുകൾ പലപ്പോഴും അത് സ്വീകരിക്കാൻ തയ്യാറാകില്ല. കാരണം അവര് 7.5 ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഈട് കൊടുക്കാതെ വായ്പ എടുക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള അവരുടെ ഒരു നിരീക്ഷിക്കുന്നതുകൊണ്ട് ബാങ്കുകൾ പലപ്പോഴും പറയും ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും വായ്പ കിട്ടാൻ. അപ്പോൾ കിട്ടുമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ 7.5 ലക്ഷം വരെ ബാങ്കുകൾക്ക് ഈടില്ലാണ്ട് കൊടുക്കാൻ വകുപ്പുണ്ട്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ബാങ്കുകൾ അത് തരാൻ അത്ര താല്പര്യപ്പെടുത്തി കാണുന്നില്ല. എബോവ് 7.5 lakhs ആണെങ്കിൽ കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുത്തിരിക്കണം. കൊളാറ്ററൽ സെക്യൂരിറ്റി കൂടുതലും വരുന്നത് മിക്കവാറും വസ്തു ഈടൊക്കെ തന്നെയായി. ബാങ്കുകൾ പ്രിഫർ ചെയ്യുന്നത് ഏതാണ്ട് ഇങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് 20 ലക്ഷം വരെയുള്ള തുകയാണ് ബാങ്കുകൾ അഡ്വൈസ് ചെയ്യുന്നത്. 7.5 അത്രയധികം ബാങ്കുകൾ പ്രിഫർ ചെയ്യുന്നില്ല എന്നാണ്. ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അതും ബാങ്ക് ടു ബാങ്ക് വേരി ചെയ്യും. 8.65 മുതലുള്ള റേറ്റുകളുണ്ട്. ആ റേറ്റാണ് ഇതിന് ബാങ്കുകൾ ചാർജ് ചെയ്യുന്നത്. അത് ഓരോ ബാങ്കിനും ഓരോ രീതിയിലുള്ള റേറ്റാണ്. ഇതിനകത്ത് ഗേൾ സ്റ്റുഡൻസിന് 0.5% കൺസെഷൻ. അതായത് ഈ പറഞ്ഞ ചാർജിൽ നിന്നും 0.5% കുറച്ച് ഗേൾസിന് കൊടുക്കേണ്ടത്. അത്രയും കുറവ് ഗേൾസിനാണ്. ഈ വായ്പ കൊടുക്കുന്നതിനെ പറ്റിയുള്ള ചില കണ്ടീഷൻസ്.
അത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ട്യൂഷൻ ഫീസ് കോളേജിലേക്ക് ഡയറക്റ്റ് ആയിട്ടായിരിക്കും കൊടുക്കുക. അത് ഫോറിൻ മണി ആയിട്ട് കൊടുക്കണം അല്ലേ? ഫോറിൻ മണി ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ റുപ്പിയെ കൺവേർട്ട് ചെയ്യണ്ടേ? ഏത് റേറ്റിലായിരിക്കും കൺവേർട്ട് ചെയ്യേണ്ടത്? ഞാൻ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ റുപ്പി അങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ? നമുക്ക് റുപ്പി വേണം, നമുക്ക് ഡോളർ വേണം. ഇപ്പൊ അമേരിക്കയിലാണ് പോകണമെങ്കിൽ ഡോളർ വേണമെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യുക? ബാങ്ക് ബൈ ചെയ്യാണോ സെല്ല് ചെയ്യാണോ? നമുക്ക് സെല്ല് ചെയ്താം അല്ലേ? നമുക്ക് സെല്ല് ചെയ്യാം. അപ്പൊ TT സെല്ലിംഗ് റേറ്റിനായിരിക്കും ഇവർ ചാർജ് ചെയ്യുന്നത്. ആ ചാർജ് വെച്ചായിരിക്കും TT സെല്ലിംഗ് റേറ്റിനായിരിക്കും ഈ ഫീസ് അവർക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇവരുടെ ലിവിങ് എക്സ്പെൻസ്, കുട്ടിക്ക് വേണ്ട ലിവിങ് എക്സ്പെൻസിന് വേണ്ടതെല്ലാം പ്രീപെയ്ഡ് കാർഡായിട്ട് എടുക്കാം. ഇന്റർനാഷണൽ പ്രീപെയ്ഡ് കാർഡായിട്ട് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആവശ്യം വരുമ്പോൾ ബാങ്കുകൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അത് കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും. അല്ലാത്തതെല്ലാം കോളേജിന്റെ ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് കൊടുക്കും. എല്ലാം കൊടുക്കുന്ന TT സെല്ലിംഗ് റേറ്റ്. അടുത്തത് ഈ വിസ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൊടുക്കൂ. സാങ്ഷൻ വേണമെങ്കിൽ ചിലർ ഉണ്ട്, അവർക്ക് ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന് പകരം ബാങ്കിന്റെ ലോണിന്റെ സാങ്ഷൻ ഉണ്ടെങ്കിൽ അതും മതി എന്ന് പറയുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് ബാങ്കുകൾ ചിലപ്പോൾ ലോണിന്റെ സാങ്ഷൻ കൊടുക്കും. ലോൺ സാങ്ഷൻ ചെയ്ത് വെച്ചിട്ട് ലോൺ സാങ്ഷൻ കൊടുക്കും. പക്ഷേ ഇവരുടെ വിസ വന്ന ശേഷം മാത്രമേ ഉള്ളൂ ഇവർക്ക് ലോൺ ഡിസ്ബേഴ്സ് ചെയ്യൂ. ആ വിസ ആ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് അയച്ച് ഈ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞ ശേഷം മാത്രമേ ഈ ലോൺ ഡിസ്ബേഴ്സ് ചെയ്യുകയുള്ളൂ. പക്ഷെ ചില രാജ്യങ്ങളിൽ ഡിസ്ബേഴ്സ്മെന്റ് വിസ കിട്ടുന്നതിന് മുമ്പ് പ്രയർ ഡിസ്ബേഴ്സ്മെന്റ്, പ്രീ വിസ ഡിസ്ബേഴ്സൽ ആവശ്യപ്പെടാം. അങ്ങനെയുള്ള ചില കേസുകളിൽ ചില ബാങ്കുകൾ സ്പെസിഫിക് കേസായിട്ട്, സ്പെഷ്യൽ കേസായിട്ട് സാങ്ഷൻ ചെയ്ത് കൊടുക്കാറ്. അല്ലെങ്കിൽ ഈ വിസ വന്ന ശേഷം മാത്രമേ ഇവർക്ക് ഇത് സാങ്ഷൻ ചെയ്യൂ. വിസ വന്നാലേ ഉള്ളൂ ഇവർക്ക് അങ്ങ് പോകാനായിട്ടുള്ള ഇത് കിട്ടി എന്ന് ബാങ്കുകൾ ഉറപ്പിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ഈ തുക ഡിസ്ബേഴ്സ് ചെയ്യൂ. അതാണ് ഇതിന്റെ ഡിസ്ബേഴ്സൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം പറയാം. അടുത്തത് ഇതിന്റെ സെക്യൂരിറ്റി, അത് നമ്മൾ പറഞ്ഞു. സെക്യൂരിറ്റി മെയിൻ ആയിട്ട് എല്ലാവരും ലാൻഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ലാൻഡിന്റെ വാല്യൂ 70%, അതായത് ലാൻഡിന്റെ അവരുടെ സെക്യൂരിറ്റി വാല്യൂ ഉണ്ട്. ഇവരുടെ സെക്യൂരിറ്റി പേഴ്സൺ പോയി അതിന്റെ വാല്യുവേഷൻ എടുത്തിട്ട് വാല്യുവേഷൻ റിപ്പോർട്ടിന്റെ 70% വരെയുള്ള ഇത് വായ്പയായിട്ട് അനുവദിക്കും. ഈ 30% എങ്കിലും അതിന്റെ മാർജിനായിട്ട് അവിടെ ഉണ്ടാകാം. 70% വരെ വായ്പ അനുവദിക്കും. പിന്നെ ചില ബാങ്കുകൾ 65 മുതൽ 73 വരെ അതിന്റെ വേരിയങ് അനുസരിച്ച് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് അനുസരിച്ച് വ്യത്യാസം വരും. ലോങ്ങർ കോഴ്സ് ആണെങ്കിൽ ലെസർ പെർസെൻറ്റേജ് മതി, ലെസർ പേഴ്സൺ ആണ് കൂടുതൽ പെർസെൻറ്റേജ്. ആ രീതിയിലാണ് ഇത് എടുക്കുന്നത്. ഇത് അല്ലാണ്ട് നമ്മൾ ടാഞ്ചബിൾ സെക്യൂരിറ്റി ആയിട്ടുള്ള മറ്റ് ഇതുണ്ട്, നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെ LIC പോലെയുള്ള സെക്യൂരിറ്റി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ 90% വരെ വായ്പ അനുവദിക്കും. അപ്പൊ ഈ മെയിനായിട്ട് ഇത് രണ്ടുമാണ് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അത് വെച്ച് ആ സെക്യൂരിറ്റിയുടെ വാല്യൂ കൂടെ നോക്കിയിട്ടാണ് എത്ര ലോൺ കൊടുക്കാം എന്നുള്ളത്. ഈ വായ്പയ്ക്ക് മറ്റു വായ്പയ്ക്ക് നമ്മൾ പറഞ്ഞു, മെറിറ്റിലുള്ള പിള്ളേരുടെ ഇൻട്രസ്റ്റ് സബ്സിഡിയെ പറ്റി പറഞ്ഞു. ഇതിനും ഇൻട്രസ്റ്റ് സബ്സിഡി ഉണ്ട്. പക്ഷേ ഇൻട്രസ്റ്റ് സബ്സിഡി ഈസ് അവൈലബിൾ ഓൺലി ഫോർ മൈനോറിറ്റി സ്റ്റുഡൻസ് ബിലോങ്ങിങ് ടു ദ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്. അവർക്ക് മാത്രമേ ഈ സബ്സിഡി കിട്ടൂ. ആ സബ്സിഡിയെ പറ്റി കൂടെ നമുക്ക് നോക്കാം. ആ മൈനോറിറ്റി കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്ക് ഇതിന് സബ്സിഡിക്ക് എലിജിബിലിറ്റി. പക്ഷേ ഈ ഇൻട്രസ്റ്റ് സബ്സിഡി ഗ്രാജുവേറ്റ് കോഴ്സിന് കിട്ടില്ല. മാസ്റ്റേഴ്സ്, MPhil, PhD ഇതിന് മാത്രമേ കിട്ടുകയുള്ളൂ. ഡിഗ്രി കോഴ്സിന് പോയി കഴിഞ്ഞാൽ ഈ ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടുകയില്ല. അതായത് PG കോഴ്സിനോ MPhil കോഴ്സിനോ PhDക്ക് പോവുകയാണെങ്കിൽ സബ്സിഡിക്ക് അർഹത. ഈ സബ്സിഡിയുടെ പേരാണ് പാദോ പ്രദേശ് സ്കീം എന്നാണ് ഇതിൻ്റെ പേര്. അത്
മൈനോറിറ്റി സ്റ്റുഡൻസിന് 100% കിട്ടും. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതിന്റെ 100% സബ്സിഡി ആയിട്ട്, ഇൻട്രസ്റ്റ് സബ്സിഡി ആയിട്ട് കിട്ടും. അതിന്റെ ഇൻകം സീലിംഗ് ഉണ്ട്. ആ ഇൻകം സീലിംഗ് വെച്ചാണ് തരുന്നത്. അതായത് പേരന്റിന്റെ ഓൾ സോഴ്സ് ഓഫ് ഇൻകം എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 6 ലക്ഷം പെർ ആനം, ആനുവൽ ഇൻകം 6 ലക്ഷം വരെ ഉള്ളവർക്കാണ് ഇത് കിട്ടുന്നത്. 6 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഉള്ളവർക്ക് ഇത് കിട്ടാൻ അർഹത. ഇതിന് ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ആ ഒരു കോമ്പറ്റന്റ് അതോറിറ്റി അവർ കൊടുക്കുന്ന ആ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഇതിന്റെ എലിജിബിലിറ്റി കണക്കാക്കുക. ഇതിന് അർഹത കിട്ടണമെങ്കിൽ സ്റ്റുഡന്റ് ഫസ്റ്റ് ഇയറിൽ തന്നെ ഇതിനെപ്പറ്റി നേരത്തെ മനസ്സിലാക്കുകയും ഫസ്റ്റ് ഇയറിൽ തന്നെ ഇതിന് അപേക്ഷിക്കുകയും ചെയ്യണം. ഫസ്റ്റ് ഇയറിൽ അപേക്ഷിച്ചാൽ മാത്രമേ ഉള്ളൂ ഇത് കിട്ടുകയുള്ളൂ. അന്ന് അറിയാണ്ട് പോയിട്ട് സെക്കൻഡ് ഇയർ മുതൽ എനിക്ക് മതി എന്ന് വിചാരിച്ചാൽ സെക്കൻഡ് ഇയർ മുതൽ കിട്ടുകയില്ല. അതുകൊണ്ട് ഫ്രം ദ വെരി ബിഗിനിങ് യു ഷുഡ് അപ്ലൈ ആൻഡ് ഗെറ്റ് ദ സബ്സിഡി. ഈ സബ്സിഡിക്ക് ഗവൺമെന്റ് ഇത് സ്കോളർഷിപ്പ് ആണ്. അതിനൊരു തുക അലോട്ട് ചെയ്തിട്ടുണ്ടാവും ഓരോ ആനുവൽ ഇതിലും. അതിന്റെ UGC ഇതിൽ നിന്ന് വരുന്ന ഒരു അലോട്ട്മെന്റ് ആണ്. അതിന്റെ 35% ഗേൾസ് സ്റ്റുഡൻസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഗേൾസ് സ്റ്റുഡൻസ് ഇല്ലെങ്കിൽ ആ തുകയും കൂടെ ബോയ്സിന് എടുക്കാവും. ആ രീതിയിലാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള, അതായത് ക്രിസ്ത്യൻ, മുസ്ലിംസ്, പാർസി അങ്ങനെയൊക്കെ വരുന്ന ആ കമ്മ്യൂണിറ്റി എല്ലാം കൂടെ, ബുദ്ധ ഇതെല്ലാം കൂടെ വരുന്ന ആ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കുള്ളതാണ് ഇപ്പോൾ പറഞ്ഞ സ്കോളർഷിപ്പ് പാതാ പ്രദേശ് സബ്സിഡി. അടുത്ത ഒരു സബ്സിഡി കിട്ടും. ദാറ്റ് ഈസ് ഫോർ OBC സ്റ്റുഡൻസ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആൻഡ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്. അവർക്കും സബ്സിഡി ഉണ്ട്. ആ സബ്സിഡിയുടെ പേരാണ് ഡോക്ടർ അംബേദ്കർ സ്കീം ഓഫ് ഇൻട്രസ്റ്റ് സബ്സിഡി എന്ന് പറയും. അത് എലിജിബിൾ OBC ആൻഡ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഈ ഡോക്ടർ അംബേദ്കർ സ്കീം ഓഫ് ഇൻട്രസ്റ്റ് സബ്സിഡി. അതും ഈ പറഞ്ഞ പോലെ തന്നെ മാസ്റ്റേഴ്സ്, MPhil, PhD കോഴ്സുകൾക്ക് മാത്രമേ ഉള്ളൂ. ഡിഗ്രി കോഴ്സുകൾക്ക് കിട്ടില്ല. OBC കാൻഡിഡേറ്റ്സിന്റെ ഇൻകം സീലിംഗ് എന്ന് പറയുന്നത് 3 lakhs പെർ ആനം. 3 lakhs ആണ് OBCക്ക് വെച്ചിരിക്കുന്ന കണ്ടീഷൻ. പക്ഷേ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ സീലിംഗ് അതിലും താഴെയാണ് 1 lakh പെർ ആനം. OBCക്ക് 3 lakhs ആണ്. ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒന്ന് 3 lakhs, ഒന്ന് 1 lakhs. ഇതിന് പക്ഷേ വായ്പാ തുകയ്ക്ക് ഒരു പരിധി വെച്ചിട്ടുണ്ട്. 20 ലക്ഷം വരെയുള്ള തുകയ്ക്ക് മാത്രമേ വായ്പയുള്ളൂ. ലോൺ 30 ലക്ഷമാണെങ്കിൽ ബാക്കി 10 ലക്ഷത്തിന് ഇൻട്രസ്റ്റ് സബ്സിഡി ഉണ്ടാകില്ല. അത് മുഴുവൻ അടയ്ക്കേണ്ടി വരും. 20 ലക്ഷത്തിൻ്റെ ഇൻട്രസ്റ്റിന് മാത്രമേ സബ്സിഡി കിട്ടൂ. ഇതാണ് OBC ഓർ EBC, ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ഓർ OBC കാറ്റഗറിക്കുള്ള ഇൻട്രസ്റ്റ് സബ്സിഡി. ഇനി നമ്മൾ ലോൺ എടുത്തു, സംഗതി എല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ലോണിന്റെ തിരിച്ചടവിലേക്ക് പോവുകയാണ്. തിരിച്ചടവിന് മൊറട്ടോറിയം പീരീഡ് ഉണ്ട്. നമ്മൾ കോഴ്സ് എടുത്ത അന്നേരം ഉടനെ അടയ്ക്കേണ്ട കാര്യമില്ല. കോഴ്സ് പീരീഡ് പ്ലസ് 6 months കിട്ടും. നമ്മുടെ നാട്ടിലുള്ള റെസിഡന്റ് ആണെങ്കിൽ 1 year മൊറട്ടോറിയം പീരീഡ് കിട്ടും. പക്ഷെ ഇതിന് ഇന്റർനാഷണൽ സ്റ്റഡിക്ക് അല്ലെ ഓവർസീസ് സ്റ്റഡിക്ക് കോഴ്സ് പീരീഡ് പ്ലസ് 6 months 6 months കഴിഞ്ഞാൽ തന്നെ ഈ തുക അടച്ചു തുടങ്ങും. ഇതിന്റെ റീപേയ്മെന്റ് ആണെങ്കിൽ മറ്റു വായ്പ പോലെ തന്നെ, റെസിഡന്റ് വായ്പ പോലെ തന്നെ 15 കൊല്ലത്തെ കാലാവധി. കോഴ്സ് പീരീഡ് പ്ലസ് മൊറട്ടോറിയം പീരീഡ് കഴിഞ്ഞിട്ട് 15 കൊല്ലം വരെ എടുത്ത് അടയ്ക്കാവുന്നു. പക്ഷേ ഫോറിൻ സ്റ്റഡീസ് പോയി ജോലിയിലായ പിള്ളേർ കഴിയാവുന്നിടത്തോളം ഇത്രയും കാലമൊന്നും എടുക്കാറില്ല. അവർ വളരെ നേരത്തെ അടച്ചു തീർക്കാറുണ്ട്. അടച്ചു തീർക്കുന്നതിന് പ്രീപേയ്മെന്റ് പെനാൽറ്റി ഒന്നുമില്ല. അവർക്ക് കയ്യിൽ തുകയുണ്ടെങ്കിൽ നേരത്തെ അടച്ചു തീർക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. പക്ഷേ റീപേയ്മെന്റ് ആദ്യം എടുക്കുമ്പോൾ ഏതെങ്കിലും പരമാവധി പീരീഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏതെങ്കിലും കാരണവശാൽ അവർക്ക് നല്ല ജോലി കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ അവർക്ക് തിരിച്ചടയ്ക്കാൻ 15 കൊല്ലം വരെ കാലാവധി. ഈ വായ്പയെ സംബന്ധിച്ചിടത്തോളം ഇതിന് മറ്റു വായ്പ പോലെ തന്നെ ഇതിന്റെ തിരിച്ചടവിന് ഇൻകം ടാക്സ് ബെനഫിറ്റ് ഉണ്ട്. അതിന്റെ ഇൻകം ടാക്സ് ബെനഫിറ്റ് അണ്ടർ സെക്ഷൻ 80E പ്രകാരമാണ്. അതിന്റെ എല്ലാ തുകയ്ക്കും ഇല്ല. അതായത് ഇതിനകത്ത് വരുന്ന ഇൻട്രസ്റ്റ് നമ്മൾ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കുന്നതിന് മാത്രമേ ഈ ഇൻകം ടാക്സ് ബെനിഫിറ്റ് ഉള്ളൂ.
ഇൻട്രസ്റ്റ് സബ്സിഡി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ പീരീഡിൽ അവർ ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കുന്നത് വരുന്നില്ല. പക്ഷെ എന്നാലും ഒരു തിരിച്ചടവ് തുടങ്ങുമ്പോൾ മുതലുള്ളതിന് ഇൻട്രസ്റ്റ് വരും. ആ ഇൻട്രസ്റ്റ് സബ്സിഡി തുക നമ്മൾ തിരിച്ച് അടച്ചതിന് നമുക്ക് ഇൻകം ടാക്സ് ബെനിഫിറ്റ് നമുക്ക് 80E പ്രകാരം നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇത്രയും ഇതാണ് നമ്മൾ ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. പിന്നെ ഈ വായ്പയ്ക്കെല്ലാം ഇതുപോലെ വിദേശത്ത് പോകുന്ന എല്ലാ വായ്പയ്ക്കും നല്ലൊരു പ്രോസസ്സിംഗ് ഫീ ബാങ്കുകൾ ചാർജ് ചെയ്യുന്നു. അതായത് 10,000 രൂപ, ഏത് എത്ര തുകയാണെങ്കിലും 10,000 രൂപ തുകയാണ് എടുക്കുന്നത്. അതിന് പെർസെൻറ്റേജ് ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. 10,000 പ്ലസ് GST ആ തുക എടുക്കും. അത് വായ്പ സാങ്ഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഈ തുക പിടിക്കും. അത് പിന്നീട് ഈ കുട്ടി പോകാൻ ഇടയായില്ലെങ്കിൽ ആ തുക വീണ്ടും തിരിച്ചു തരില്ല. ഇറ്റ് ഈസ് നോൺ റീഫണ്ടബിൾ. അത് ബാങ്കുകൾ ചാർജ് ചെയ്യുന്നതാണ്. ആ പ്രോസസ്സിംഗ് ഫീ കൊടുത്തേ മതിയോ. അപ്പോൾ ആ പ്രോസസ്സിംഗ് നിർബന്ധമായിട്ടും കൊടുക്കും. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വായ്പയെ പറ്റി പറയാനായിട്ടുള്ളത്. അതിൻ്റെ ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അതായത് ഇത് ഇന്റർനാഷണൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ ഇന്റർനാഷണൽ സ്റ്റഡിക്ക് ഡിപ്ലോമ പോലുള്ള കോഴ്സ് കിട്ടില്ല. ഡിഗ്രി മുതൽ മുകളിലേക്കുള്ള കോഴ്സുകൾക്കാണ് കിട്ടുന്നത്. അതിന് വെബോമെട്രിക്സിൻ്റെ ഉള്ള സ്ഥാപനത്തിലായിരിക്കണം എടുക്കേണ്ടത്. ആ കോഴ്സുകൾക്ക് മാത്രമായിരിക്കും ഡിപ്ലോമയ്ക്ക് എലിജിബിൾ അല്ല. എലിജിബിലിറ്റി അവർ നമ്മുടെ സിവിൽ സ്കോർ മിനിമം ഇതിൽ ഉണ്ടാകണം. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് സെലക്ട് ചെയ്യണം. അവർ റിക്വയർഡ് ഡോക്യുമെന്റ്സ് നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അവരുടെ പാസ്പോർട്ട്, അഡ്രസ് പ്രൂഫ്, ID പ്രൂഫ്, അതുപോലെ തന്നെ അവരുടെ അക്കാഡമിക് ഇത്, റൂറലിൻ്റെ ഓഫർ ലെറ്റർ, ഇങ്ങനെയുള്ള കാര്യം എല്ലാം ആവശ്യമുണ്ട്. എക്സ്പെൻസ് കവർ ചെയ്യേണ്ടത്, ഇതിനു വേണ്ട ട്യൂഷൻ ഫീസ്, ലിവിങ് എക്സ്പെൻസസ്, എക്സാം ഫീസ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട് അതിൻ്റെ ഫീസുകൾ എല്ലാം ഇതിനകത്ത് കവർ ചെയ്യും. അതിനകത്ത് നിന്ന് 10 to 15 മാർജിൻ കഴിയും. അത് കഴിഞ്ഞിട്ടുള്ളതാണ് കിട്ടുന്നത്. അത്രയും തുകയാണ് ഇതിൻ്റെ ക്വാണ്ടമായിട്ട് അനുവദിക്കുന്നത്. ആ ക്വാണ്ടത്തിൻ്റെ ആ തുക മുഴുവൻ എടുത്തോളം നിർബന്ധമില്ല. നമുക്കത് കുറച്ച് മതി. ആ തുക എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇൻട്രസ്റ്റ് റേറ്റ് 8.65 മുതലുള്ള റേറ്റ് ആണ്. പല ബാങ്ക് ടു ബാങ്ക് ഇത് വേരി ചെയ്യും. ഡിസ്ബേഴ്സൽ നോംസ് എന്ന് പറഞ്ഞാൽ വിസ വന്ന ശേഷം കൊടുക്കും. അല്ലെ പ്രീ വിസ പേയ്മെന്റ് സാങ്ഷൻ വാങ്ങിച്ചാൽ അങ്ങനെ കൊടുക്കാൻ പറ്റും ആവശ്യമുണ്ടെങ്കിൽ. സെക്യൂരിറ്റി വസ്തു അല്ലെങ്കിൽ മറ്റുള്ളത് ഈടായിട്ട് നമുക്ക് കൊടുക്കാം. ഇൻട്രസ്റ്റ് സബ്സിഡി ഫോർ മൈനോറിറ്റി ഉണ്ട്. അത് 6 ലക്ഷം വരെയുള്ള ഇൻകം ഉള്ള ആൾക്കാരുടെ മൈനോറിറ്റി സ്റ്റുഡൻസിനാണ് ഇത് കിട്ടുന്നത്. അതിനകത്ത് ഗേൾസിന് കൂടുതൽ പെർസെൻറ്റേജ് അലോട്ട്മെന്റ് ഉണ്ട്. OBC ഓർ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആൾക്കാർക്ക് സബ്സിഡി ഉണ്ട്. മൊറട്ടോറിയം പീരീഡ്, പോസ്റ്റ് പീരീഡ് പ്ലസ് 6 months ഉണ്ട്. റീപേയ്മെന്റ് 15 കൊല്ലം വരെ സാവകാശമുണ്ട്. ഇതിൽ തിരിച്ചടയ്ക്കുന്ന ഇൻട്രസ്റ്റിന് ടാക്സ് പേയ്മെന്റ് ഉണ്ട്. പ്രോസസ് ഫീ 10,000 പ്ലസ് GST ചാർജ് ചെയ്യുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും ഇത് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ PPT ഇത് സ്റ്റോപ്പ് ചെയ്യാമല്ലോ അല്ലേ? സ്റ്റോപ്പ്. ഓക്കെ ഓക്കെ. വെബോമെട്രിക്സില് 50 റാങ്കിൽ താഴെ വേണമെന്ന് പറഞ്ഞാൽ അമേരിക്കയെ മാത്രമേ പഠിക്കാൻ നോക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ 50 വേണം, അത് പ്രിഫറേ ഉള്ളൂ സാറേ. 50 താഴെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആ കൺട്രിയുടെയാ സാറേ. ആ കൺട്രിയിലെ 50 റാങ്ക് അല്ലേ? ആ കൺട്രിയുടെ 50 റാങ്ക് അല്ല, വേൾഡ് റാങ്ക് അല്ല. ശരി ശരി. ആ കൺട്രിയുടെ റാങ്ക് ആണ്. ഓക്കെ, അത് മോശമല്ലല്ലോ. ആ കൺട്രിയിൽ 50 ഉള്ള റാങ്കിലുള്ള ഒരു സ്ഥാപനത്തിൽ നമ്മുടെ പിള്ളേർ പോകണമെന്ന് പറയണത്. ഓക്കെ, ശരി ശരി. ഓക്കെ, കൺട്രിയുടെ റാങ്ക് ആകട്ടെ. സാറ് വെബോമെട്രിക്സ് സൈറ്റ് എന്ന് പറയുന്ന അത് വളരെ നല്ലൊരു അറിവാണ്. നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റികൾ അടിച്ചു നോക്കിയായിരുന്നു, പല യൂണിവേഴ്സിറ്റികളും കാണുന്നില്ല ആ സൈറ്റ്. അല്ല, ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റിയുടെ നമ്പറുകളൊക്കെ ഭയങ്കരമാണ് അത് വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അതൊരു വലിയ അറിവ് തന്നെയായിരുന്നു. അതുപോലെ അതിന്റെ എലിജിബിലിറ്റി എങ്ങനെയാണ് ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യുന്നതെന്നൊക്കെ സാർ പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും കൂടുതലായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം സാർ. സാറേ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ ചേരുമ്പോഴേ നമുക്ക് വിസ കിട്ടണമെങ്കിൽ ഉണ്ടെങ്കിൽ ഈ ബാങ്കിന്റെ ഗ്യാരണ്ടി വേണം. 10 lakhs അല്ലെങ്കിൽ 15 lakhs ഗ്യാരണ്ടി വേണം എന്നുള്ളത്. പക്ഷെ നമുക്ക് അതിൻ്റെതായ എന്താ പറഞ്ഞ പണം ഉണ്ടെങ്കിൽ തന്നെയും
നമുക്ക് ഒരു ബാങ്കിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ലെറ്റർ കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ലോൺ എടുക്കണ്ട, പക്ഷെ ഒരു ഗ്യാരണ്ടി ലെറ്റർ വേണം. ഗ്യാരണ്ടി ലെറ്റർ. അതിന് ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ട് സാർ. ബാങ്ക് ഗ്യാരണ്ടി ഫോർ എഡ്യൂക്കേഷൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ ഇൻഡയറക്റ്റ് വായ്പ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ബാങ്ക് ഗ്യാരണ്ടി. അപ്പൊ അതെങ്ങനെ ബാങ്ക് കൊടുക്കുന്നത്? ഞാൻ ചോദിച്ചു. നമ്മൾ എന്തെങ്കിലും പ്രോപ്പർട്ടി കാണിക്കണോ അല്ലെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടി നമ്മൾക്ക് തരണമെങ്കിൽ ബാങ്ക് അതിന് ഈട് കൊടുത്താലേ അവർ ബാങ്ക് തരുള്ളൂ. ഓ, അത് ശരി. അതിന് ഈട് കൊടുക്കേണ്ടി വരും. ബാങ്ക് ഗ്യാരണ്ടി തരും, ബാങ്ക് ഗ്യാരണ്ടി തരും. ഈട് കൊടുത്തെങ്കിലേ നമുക്ക് ഗ്യാരണ്ടി കിട്ടുന്നുള്ളൂ. ഗ്യാരണ്ടി കിട്ടും. ചുമ്മാ ആരും ബാങ്ക് തരികയല്ല സാറേ. ഇൻ കേസ് എന്തെങ്കിലും ഇതിന് പരാജയം പറ്റിപ്പോയി കഴിഞ്ഞാൽ ബാങ്ക് ആ പേയ്മെന്റ് നടത്തേണ്ടി വരും. അത് ബാങ്കിന് എവിടുന്ന് കിട്ടും? ശരി. ബാങ്ക് സെക്യൂരിറ്റി കൊടുക്കണം. സെക്യൂരിറ്റി കൊടുത്തിട്ട് ഗ്യാരണ്ടി തരും. സാർ, ഈ എമൗണ്ട് 10,000 എന്ന് പറഞ്ഞ ഫീസ് അല്ലാതെ ഒത്തിരി ഫീസുകളൊക്കെ വരുന്നതായിട്ടൊക്കെ ഇങ്ങനെ പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാം? ബാങ്കുകൾ ഇത് കൂടാതെ പലതും ചാർജ് ചെയ്ത് പോകുന്നുണ്ട്. അത് സത്യമാണ്. കൺവേർഷൻ ഫീസ് ആയിട്ടും അങ്ങനെ പലതരത്തിലല്ലേ? പല രീതിയിലുള്ള ഫീസുകളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് പെർമിസബിൾ ഇതായിട്ടുള്ള ഇത്രയേ ഉള്ളൂ. ഈ ഫോറിൻ എക്സ്ചേഞ്ച് കൺവേർഷനുള്ള ഇത് വരുന്നു, അതിനൊക്കെ ഓരോ ഇത് റേറ്റ് അവർ ചാർജ് ചെയ്യും. എക്സ്ട്രാ കുറെ എമൗണ്ടുകൾ നമ്മള് അതൊക്കെ ഇതിനകത്ത് വരും സാറേ. ഇത് ഇങ്ങനെയുള്ള എല്ലാ കേസുകൾക്കും അത് വരും. ഇതിനകത്ത് നമ്മൾ ഇതൊന്നും പറയുന്നില്ല. അല്ലാണ്ട് പലതും അവർ ചാർജ് ചെയ്യുന്നു. അത് സത്യമാണ്, വാസ്തവമാണ്. ഇപ്പൊ പുതിയതായിട്ട് ഇതിന് പകരം നമ്മൾ ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡ് വെച്ചിട്ട് ഇങ്ങനെയുള്ള പ്രോസസ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞ് പുതിയതായിട്ട് ഒരു രീതി പറഞ്ഞു കേൾക്കുന്നുണ്ടാകും. കാരണം ഇതുപോലെ അൺഫോർസീൻ ആയിട്ടുള്ള ഒത്തിരിയും ചാർജുകൾ വരാറുണ്ട്. പിന്നെ വൺസ് ഇതിൻ്റെ അകത്ത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ലയബിലിറ്റി ഉണ്ട്. ലയബിലിറ്റി വരുമല്ലോ, അത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ വിദേശത്ത് പോകുന്നതിന് പലരും ഈ വായ്പ തന്നെ എടുക്കുന്നത് സാർ. ഇതൊരു വളരെ ഈസിയാണ്, വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. അത്യാവശ്യം ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് അഫോർഡബിൾ അല്ല. ഇനി അഫോർഡബിൾ ആയ ചിലരും ഈ പോകുന്ന പിള്ളേർക്ക് ഒരു ഉത്തരവാദിത്വം കൊടുക്കാൻ വേണ്ടി എടുപ്പിച്ചു വിടുന്ന മാതാപിതാക്കളും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അവന് ഇതിനെപ്പറ്റി ഒരു ഉത്തരവാദിത്വവും ഇല്ല. ഇവർ ഇത്രയും കാശുണ്ടാക്കി കൊടുത്തതിന്റെ. ഇപ്പൊ അമേരിക്കയിലൊക്കെ പോകണമെങ്കിൽ ചിലപ്പോൾ 40 ലക്ഷം 50 ലക്ഷം ചെലവുണ്ട്. ഇത് പേരൻസ് ഉണ്ടാക്കിയ തുക മൊത്തമായിരിക്കും ചിലപ്പോൾ ഇതിന് വിടുന്നത്. അങ്ങനെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ കാര്യം നടക്കണ്ടേ? അപ്പം അവന്റെ കാശ് കാണും. പക്ഷേ ഇവരുടെ ഉത്തരവാദിത്വം കൊടുക്കാൻ വേണ്ടി ചില പേരൻസ് അങ്ങനെ എടുക്കുന്നവരുണ്ട്. അത് തെറ്റില്ലാന്നാണ് എനിക്കും തോന്നുന്നത്. അല്ല, അത് ശരിയാണ്. അതൊരു റെസ്പോൺസിബിലിറ്റി അവർക്ക് സ്വയമായിട്ട്. അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. മുന്നോട്ട് പോകാനായിട്ട് അങ്ങനെ എടുക്കുന്ന പേരൻസും ഉണ്ട്. വേറെ ആരാണ് പറയുന്നത്? വേണുഗോപാൽ സാർ പറയുന്നു. ഈ ലോണ് നമ്മളെ നാട്ടിലൊക്കെ ലോൺ കൊടുക്കുന്നത് പേരൻസിനല്ലേ? പേരൻസിന് സ്റ്റുഡന്റിനും കൂടെയാ സാറേ കൊടുക്കും. പേരന്റ് മാത്രമായിട്ട് വായ്പ കൊടുക്കുകയല്ല. അത് ശരി. എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഡ്യൂക്കേഷൻ ലോൺ പോകുന്ന ആളുണ്ടാകണം. അതെ. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നല്ല പെർഫോം ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഇപ്പൊ അമേരിക്കയിലുള്ള ഈ പറഞ്ഞ മാതിരി ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ചിക്കാഗോ നല്ല യൂണിവേഴ്സിറ്റി കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് ഫീസ് കൊടുക്കണം. ഫീസ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഏത് ബാങ്ക് ആണെങ്കിലും റീപേയിങ് കപ്പാസിറ്റി നോക്കിയിട്ടൊക്കെ കൊടുക്കുള്ളൂ. അത് പക്ഷെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല ഇതുണ്ടെങ്കിൽ ഇവരുടെ വലിയ റീപേയ്മെന്റ് കപ്പാസിറ്റി അത്ര നോക്കിയില്ലെങ്കിൽ അവർ കൊടുക്കും. അങ്ങനെ ചില ബാങ്കുകൾ കൊടുക്കും. കാരണം അവന് എവിടെയെങ്കിലും ബ്രില്യന്റ് സ്റ്റുഡന്റ് ആണെങ്കിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാം. IIT-യിലൊക്കെ പോകുന്ന പിള്ളേരെ ആ ബാങ്കുകൾ വിളിച്ച് വായ്പ കൊടുക്കാറുണ്ട്. അത് ശരി. കാരണം അവൻ രക്ഷപ്പെടുമെന്ന് അവർക്ക് അറിയാം, അതുകൊണ്ടാണ്. അത് ശരി. പിന്നെ വേറെ കാര്യം, നമ്മളെ ഈ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ചിലപ്പം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. നല്ല സ്റ്റഡി മെറ്റീരിയൽസ് അത് റീഇംബേഴ്സ്മെന്റ് ചെയ്യാൻ പറ്റൂലേ? അതിനുള്ള സംവിധാനം ഉണ്ടോ? ഈ നമ്മളെ പാസ്സായ ലോണിൽ തന്നെ റീഇംബേഴ്സ്മെന്റ് ചെയ്തൂടെ? ഇത് റീഇംബേഴ്സ് പിള്ളേർക്ക് കൊടുക്കുകയല്ലോ, നേരെ അവരുടെ ചെലവിലേക്കാണ് അങ്ങോട്ട് അയച്ചു കൊടുക്കുകയുള്ളൂ. അവർക്ക് അങ്ങ് അയച്ചു കൊടുക്കും, അവർക്ക് അയച്ചു കൊടുക്കും അങ്ങോട്ട്. അങ്ങനെയാണല്ലേ? അങ്ങോട്ട് അയച്ചു കൊടുക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് ഇന്ത്യയിൽ മണി ആയിട്ട് കൊടുക്കുകയല്ല. ഇന്ത്യയിൽ ഇന്ത്യൻ മണി ആയിട്ട് കൊടുക്കില്ല. ശരി. അങ്ങോട്ട് അയച്ചു കൊടുക്കുകയുള്ളൂ തുക. അവിടെ അഡ്മിഷൻ കിട്ടിയതായിട്ടുള്ള ഡോക്യുമെന്റും കൂടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരികയല്ലേ? അതാണ് നമ്മുടെ ആദ്യം മേടിക്കണമല്ലോ. അതാണ് ഓഫർ ലെറ്റർ. അവരുടെ ഓഫർ ലെറ്ററിന്റെ കൂടെ അത് കൂടെ വേണം. ഓഫർ ലെറ്റർ വേണം. ഓഫർ ലെറ്റർ കഴിഞ്ഞിട്ട് ആണ് ഈ വിസ അവർ അനുവദിക്കുക.
ആ വിസ കിട്ടിയ ശേഷമേ ഉള്ളൂ ഡിസ്ബേഴ്സ് ചെയ്യുള്ളൂ ലോൺ. ഓക്കെ ഓക്കെ. സാങ്ഷൻ വേണം ചെയ്യും. പിന്നെ FMG എന്ന് പറഞ്ഞാൽ MBBS മാത്രമല്ലേ ഉള്ളൂ, വേറെ ഇല്ലല്ലോ? അത് MBBS മാത്രമേ ഉള്ളൂ. MBBS മാത്രം. പക്ഷെ ഒത്തിരി അത് സാറേ വെസ്റ്റേൺ കൺട്രീസിലൊന്നും അതില്ല. ഇപ്പൊ അമേരിക്ക, യൂറോപ്പ് ഉള്ള രാജ്യങ്ങളിലൊന്നും ഇതില്ല. അത് പാസ്സാകേണ്ട കാര്യമില്ല. ന്യൂസിലാൻഡിലില്ല, ഓസ്ട്രേലിയയിലില്ല. അവിടെ നിന്ന് വരുന്നവരൊന്നും ഇത് പാസ്സാകണ്ട. അവിടുത്തെ സർട്ടിഫിക്കറ്റ് ഇവിടെ അക്സെപ്റ്റബിളാ. ഞാനീ പറഞ്ഞത് നമ്മുടെ നേപ്പാള്, ഭൂട്ടാൻ, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ശ്രീലങ്ക, ഇങ്ങനെയുള്ള രാജ്യങ്ങളെ, ചൈന, പഴയ USSR ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കുന്നതിന് മാത്രമേ ഈ പരീക്ഷ പാസ്സാവേണ്ടതുള്ളൂ. വെസ്റ്റേൺ കൺട്രീസിലുള്ളതിനൊന്നും വേണ്ട, അമേരിക്കയിലുള്ളതിനൊന്നും വേണ്ട, കാനഡയിലുള്ളതിനൊന്നും വേണ്ട. ക്വാളിറ്റി അഷർ ചെയ്യാനായിരിക്കും അല്ലേ? ക്വാളിറ്റി അഷർ അവർക്ക്. ഈ USSR-ലൊക്കെ പാരൽ കോളേജ് പോലെ MBBS പഠിപ്പിക്കുന്ന സ്ഥലം എന്നാ പറയണേ. എന്നിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് പ്രാക്ടീസ് ചെയ്യാന്നറിയാം. ഞാൻ പോയിട്ട് വന്ന 1-2 പേരെ എനിക്കറിയാം. അവിടെ വന്നിട്ട് ഒരു രക്ഷയില്ല. പാരൽ കോളേജ് എടുക്കുന്നത് തന്നെയാണല്ലോ. അതുകൊണ്ട് അവരിവിടെ പാസ്സാകുന്നില്ല സാറേ. ആ പരീക്ഷ ഇവിടെ പാസ്സാകുന്നില്ല, അതാണ് പ്രശ്നം. ഇപ്പൊ അത് കാരണം ആരും പോകുന്നില്ല. ഇപ്പൊ പോകുന്നവര് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, കുറവാ. കാരണം MBBS ആണെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ഇതില് അറിവുന്നുണ്ട്. പക്ഷെ ഒരു സമയത്ത് ഇതില്ല. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ അവിടെ ലോൺ സാങ്ഷൻ ചെയ്യുന്ന സമയത്ത് പലരോടും പറഞ്ഞിട്ടും അവരത് സമ്മതിക്കുന്നില്ല. അവർക്ക് പോയേ മതിയാവൂ എന്ന് പറഞ്ഞു. നമുക്ക് വേറെ മാർഗമൊന്നുമില്ല, നമുക്ക് അത് നിഷേധിക്കാൻ പറ്റില്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നുള്ളൂ. സാറേ, വിദേശത്തുള്ള കുട്ടികളൊക്കെ നമ്മൾ ഇന്ത്യയിൽ വന്ന് പഠിക്കുന്നില്ലേ? ഇന്ത്യ വന്ന് പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാല് അവിടെ നമ്മൾ ആ രാജ്യത്ത് ജോലി കിട്ടണമെങ്കിൽ ഈ പറയുന്ന സാറ് പറഞ്ഞ മാതിരിയുള്ള പിന്നെ എക്സാം പാസ്സാവണോ, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ അംഗീകരിച്ചിട്ടുണ്ടോ അവര്? ഇല്ലില്ല, വെസ്റ്റേൺ കൺട്രീസ് ഒന്നും നമ്മുടെ സർട്ടിഫിക്കറ്റ് പലതും അംഗീകരിച്ചിട്ടുണ്ട്. അവര് പോയി ഇത് കഴിഞ്ഞ് അവരൊരു ടെസ്റ്റ് അവിടെ പാസ്സാകണം. ശരി. ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഷിപ്പ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ ചില കോഴ്സുകളുണ്ട് എഞ്ചിനീയറിംഗിന്റെ. അപ്പൊ അവിടെ കുറച്ച് ഇഷ്ടംപോലെ വിദേശത്ത് നിന്ന് വരുന്ന ആളുകളൊക്കെ വരുന്നതാണ്. മിക്കവാറും എല്ലാ കോഴ്സുകൾക്കും. അമേരിക്കയിലൊന്നും നമ്മുടെ സർട്ടിഫിക്കറ്റുകൾക്കൊന്നും അവിടെ ഈ പറയുന്ന വലിയ വിലയില്ല. അവർക്ക് അതിന്റെ അവരുടെ ആ ടെസ്റ്റ് എഴുതാൻ എലിജിബിലിറ്റി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ ടെസ്റ്റ് പാസ്സായാലേ ഉള്ളൂ അവരെ അതിന്റെ ക്വാളിഫൈഡ് ആയിട്ട് അവർ അംഗീകരിക്കൂ. അത് ഈ നഴ്സിംഗ് ഒക്കെ ഉണ്ടല്ലോ, നഴ്സിംഗിനൊക്കെ എല്ലാത്തിനും ഉണ്ട്. ഇങ്ങനെയുള്ള മിക്കവാറും എല്ലാ കോഴ്സുകൾക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും ഈ ഒരു വിഷയത്തെ കുറിച്ച്, വിദേശ പഠനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഏതായാലും സാറിന്റെ വെബോമാട്രിക് സൈറ്റ് വളരെ ഗുണകരമായി എന്നുള്ള കാര്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. തന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഇത്രയൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ. വേറൊരാള് പോകുമെന്ന് പറയുമ്പോൾ നമ്മളിൽ തന്നെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഈ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ സാർ. യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡേർഡ് പോകുന്നുവെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയാണല്ലോ അവൻ പോകുന്നതെന്നറിയാം. അപ്പൊ അവനെ കുറിച്ച് നമുക്കറിയാം. ഓക്കെ. അല്ല സാർ, എനിക്ക് തോന്നുന്നത് പല യൂണിവേഴ്സിറ്റികൾ ഈ ഇത് വെബോമെട്രിക് സൈറ്റ് ഒക്കെ നോക്കിയിട്ട് അതിന്റെ ഇത് നോക്കിയിട്ടൊന്നും ആകണമെന്നില്ല. ആരെങ്കിലും ഒക്കെ പഠിച്ചതിന്റെ ഡയറക്റ്റ് ആയിട്ട് അതിങ്ങനെ പോകുന്നത് ആകാൻ ചിലപ്പോൾ. അതാ പറഞ്ഞ ഒരു ട്രെൻഡ് അനുസരിച്ച് അങ്ങ് പോവുകയാണ്. ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴേ വെബോമെട്രിക്കിന്റെ കാര്യം അറിയുള്ളൂ. നേരത്തെ അറിഞ്ഞു പോയതാ. ഇതെല്ലാം ബാങ്ക് നോക്കുന്ന വെബോമെട്രിക്. അത് നോക്കിയിട്ട് സാങ്ഷൻ. വെബോമെട്രിക്ക് 50,000 കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കണ്ടീഷൻ ഒന്നും ഇല്ല സാറേ. പക്ഷെ പല ബാങ്കുകളും ഇങ്ങനെ ഒരു നോക്കും എന്നുള്ളതാണ്. പറയും അല്ലെ, ഇങ്ങനെ ഒരു ശ്രദ്ധിക്കണമെന്ന് പറയും. ശ്രദ്ധിക്കണം. ജോർജ് സാർ പറയുന്നു. ഇന്ത്യൻ റാങ്കിലല്ലേ ഇപ്പൊ ഇവിടെ നോക്കുന്നേ, കണ്ടില്ലേ? ഇപ്പൊ ഡൽഹി, ബോംബെ, ബാംഗ്ലൂരൊക്കെ വെച്ച് നോക്കുമ്പോ ആ 50 വരുമല്ലോ. അതല്ലേ നോക്കുന്നേ അല്ലേ സാറേ? അതല്ലേ നമ്മുടെ കൺട്രിയിലെ ഇതല്ലേ നോക്കുന്നേ? നമ്മുടെ കൺട്രിയിലെ ഇപ്പൊ അമേരിക്ക പഠിക്കാൻ പോകുന്നത് അമേരിക്കയിലെ റാങ്ക്, കാനഡയിൽ പോകുന്നയാളെ കാനഡയിൽ റാങ്ക്. 2 റാങ്കും വരും. കാനഡയിൽ റാങ്കും വരും, വേൾഡ് റാങ്കും വരും ഈ വെബോമെട്രിക്സിൽ തന്നെ. സാറേ, ഈ IBA സ്കീമിന് പുറത്തുള്ള ഒരു സ്കീം വെച്ചാണ് ബാങ്കുകൾ വിദേശത്ത് പോകുന്നവർക്ക് പഠിക്കാനായിട്ട് ലോൺ കൊടുക്കുന്നത്. അല്ല, IBA സ്കീം വെച്ചല്ല സാറേ ബാങ്കിൽ. അതുകൊണ്ടുള്ള ഒരു തകരാറ് എനിക്ക് ട്രിവാൻഡ്രം സോണിൽ നിന്ന് അനുഭവപ്പെട്ടിരുന്ന കേസാണ്.
പറഞ്ഞു സാറേ, കേൾക്കുന്ന നമുക്ക് ഞങ്ങളുടെ ബാങ്കിന്റെ ഒരു ബ്രാഞ്ചില് ഇതിന് ഈ പറയുന്ന വിദേശത്ത് പഠിയ സ്പെഷ്യൽ വിദ്യാലയം ഞങ്ങൾ അതിന് പറയുന്നത്, അത് എടുത്തിരിക്കുന്ന ആ കുട്ടിക്ക് അതിന്റെ കോംപ്ലിക്കന്റ് ആയിട്ടൊരു ഇൻകം ഉള്ള പേരന്റ് നിൽക്കണം. ആ ഇൻകം ഉള്ള പേരന്റ് ഇതിന്റെ ഇൻട്രസ്റ്റ് സർവീസ് ചെയ്യാൻ കഴിയണം ഡ്യൂറിംഗ് ദ കോഴ്സ് പീരീഡ്. കോഴ്സ് കഴിഞ്ഞ് 6 മാസത്തിനകം ജോലി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 9 മാസത്തിന് ശേഷം റീപേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക ഇൻക്ലൂഡിംഗ് ക്യാപിറ്റൽ. അപ്പൊ അതുപോലുള്ള സമയത്ത് ആ ഇൻട്രസ്റ്റ് സർവീസ് ചെയ്യാൻ വേണ്ടി ആ പേരന്റിനെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഇത് ആകപ്പാടെ ബുദ്ധിമുട്ടാവും. ഈ പർട്ടിക്കുലർ പയ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബ്രദർ വാസ് എംപ്ലോയിഡ് ഇൻ UAE. ഈ കോവിഡിന്റെ കാലത്ത് അയാളുടെ ജോലി പോയി. ഇയാളുടെ കോംപ്ലിക്കന്റ് ബ്രദർ ഹൂസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു റീപേ ദ ഇൻട്രസ്റ്റ്, മന്ത്ലി ഇൻട്രസ്റ്റ് ഡ്യൂറിംഗ് ദ സ്റ്റഡി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേന് ലോൺ NPA ആയി. ആ പുള്ളി ചീഫ് മിനിസ്റ്റർക്ക് പരാതി കൊടുത്തു, അങ്ങനെയൊക്കെ ചെയ്തു, SLBCക്ക് പരാതി കൊടുത്തു. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കോംപ്ലിക്കന്റ് ഇൻട്രസ്റ്റ് സഫീസ് ചെയ്യാത്ത ഒരാൾക്ക് സ്റ്റഡി കണ്ടിന്യൂ ചെയ്യാൻ. അവൻ ഉക്രൈനിലെങ്ങാണ്ടായിരുന്നു പഠിച്ചിരുന്നത്. അയ്യോ, ഉക്രൈനിലുള്ള പോയാൽ തന്നെ കേസ്. അവിടെ എംപ്ലോയ്മെന്റ് ചാൻസ് വളരെ കുറവാണ്. എംപ്ലോയ്മെന്റ് ചാൻസ് ഇല്ല, അവിടെ പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പഠിക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഒരു സിനിമാ നടി ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര് എനിക്കറിയത്തില്ല, ഒരു തമിഴ് ബേസ്ഡ് ആയിട്ടുള്ള ആ കുട്ടിയൊക്കെ അവിടുത്തെ MBBS സ്റ്റുഡന്റ് ആണ്. അല്ല, അവിടെ ഫെസിലിറ്റി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അവരുടെ കോളേജിന്റെ ഒക്കെ ഇതൊക്കെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ സാറ് പറഞ്ഞ പോലെ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റാൻഡേർഡും കൂടെ നോക്കിയാണ് കൊടുക്കുന്നത്. അതിനനുസരിച്ചാണ് റേറ്റും ഫിക്സ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് റേറ്റും ഫിക്സ് ചെയ്യുന്നത്. ഇത് അതുകൂടാതെ കൊളാറ്ററൽ സെക്യൂരിറ്റി എടുക്കുന്നുമുണ്ട്. പിന്നെ സാറ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അതായത് നമ്മുടെ സാബു സാറ് ചോദിച്ചു എന്തുകൊണ്ട് ആൾക്കാർ വിദേശത്തേക്ക് പോകുന്നു. വിദേശത്തേക്ക് പോകുന്നതിന് ജർമ്മനിയിൽ പഠിക്കുന്നതിന് ചെലവില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പക്ഷെ അവിടെ കിട്ടണമെങ്കിൽ പാടാണ്. അവിടെ ലിവിങ് കോസ്റ്റ് ഉണ്ട്. പിന്നെ എല്ലാത്തിലും ഉപരി വേറെ എന്തെങ്കിലും ജോലി ചെയ്യാനുള്ള ഒരു സാധ്യത കാനഡ, അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഫുൾ ടൈം ക്ലാസ് ഒന്നുമല്ല അവിടുത്തെ സിസ്റ്റം. 3 മണിക്കൂർ 4 മണിക്കൂർ കാണും, ബാക്കി ഫ്രീ ടൈം ജോലി ചെയ്യുക. അങ്ങനെ അധ്വാനിച്ച് ജോലി ചെയ്ത് ആ കാശും കൊണ്ട് ഇതിന്റെ റീപേയ്മെന്റ് നടത്തി രക്ഷപ്പെട്ടു വരുന്ന പിള്ളേരെ എനിക്ക് നേരിട്ടറിയാം. അവർ സ്ട്രഗിൾ ചെയ്താ ജീവിക്കുന്നത്. ബട്ട് ദേ ആർ എൻജോയിങ് ദ ലൈഫ്. കാനഡയിൽ പോയി അങ്ങനെ ജീവിച്ചവരുണ്ട്, അമേരിക്കയിൽ പോയി അങ്ങനെ ജീവിച്ചവരുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലും കുറെയൊക്കെ പാത്രം കഴിയുകയൊക്കെയാണ്. അവിടെ പിന്നെ മന്ത്രിയുടെ മകൻ വരെയും രാജാവിന്റെ മകനും ഒക്കെ പാത്രം കഴുകാൻ പോകും. 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ജോലി ചെയ്യാൻ ജീവിക്കും. അതുകൊണ്ട് അതിൻ്റെ അകത്ത് അവർക്ക് ആർക്കും ഒരു അഭിമാന ഭാരമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട് സാറേ, നമ്മുടെ ഒരു IIT നിലവാരമുള്ള എഡ്യൂക്കേഷൻ നമുക്ക് വിദേശത്ത് കിട്ടണമെങ്കിൽ ഇവിടെ പഠിക്കുന്ന ചെലവ് അവിടെ ഈ എല്ലാ ചെലവും കൂടി ആകുന്നുള്ളൂ. ഇവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എഞ്ചിനീയറിംഗ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ മെഡിസിന്റെ എക്സ്പെൻസ് ഇന്ത്യയിൽ ഇപ്പം ഭയങ്കരമാണ്, കൂടിയിരിക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഏതാനും ഫ്യൂ ലാക്സിന്റെ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ അത്ര മാത്രമേ വരുന്നുള്ളൂ ഒരു നല്ല അഡ്വാൻസ് കൺട്രി പോയി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാകുന്നുള്ളൂ. പിന്നെ സാറ് പറഞ്ഞ പോലെ ചൈന ഈസ് ഡിഫറെന്റ്, ഉക്രൈൻ ഈസ് ഡിഫറെന്റ്. ഈവൻ സാറ് മുമ്പേ പറഞ്ഞല്ലോ നേപ്പാളിൽ ഒരു മെഡിക്കൽ കോളേജ് നടത്തുന്ന ഒരു മലയാളിയാണ്, മലയാളി. പിന്നെ ചെറിയ ചെറിയ കൺട്രീസിലൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നിടത്തൊക്കെ കാണുക. അതർവൈസ് ബാക്കി എല്ലായിടത്തും ഇത് ലാഭകരമാണ്. പിന്നെ ഇതിനൊരു ഓപ്ഷൻ, ഞാനിപ്പോ രാഷ്ട്രീയം പറയുകയല്ല, ഇതിനൊരു ഓപ്ഷൻ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണ്. അതായത് ഞാൻ ശ്രീലങ്കയിൽ പോയിട്ടുണ്ട്. ശ്രീലങ്കയിലെ സ്ഥലത്തിന്റെ പേര് മറന്നു, ചെറിയ ഹിൽ സ്റ്റേഷൻ ഉണ്ട്. ആ ഹിൽ സ്റ്റേഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ കോളേജാണ്. ഏതാ? കാൻഡി, റൈറ്റ്. കാൻഡി എത്തുന്നതിന് മുമ്പുള്ള സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ സ്കൂൾ. അവിടെ മുഴുവൻ ഫോറിൻ സ്റ്റുഡൻസ് ആണ്, എക്സ്ക്ലൂസീവ്ലി ഫോറിൻ സ്റ്റുഡൻസ്. മറ്റുള്ളവർ വന്ന് പഠിക്കുകയാണ്. കാരണം ശ്രീലങ്ക ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിക്ക് അവിടെ ഒരു കോളേജ് നടത്താൻ അനുവാദം കൊടുത്തു. ഈ ആവശ്യം ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നതായിരുന്നു. വിദേശ യൂണിവേഴ്സിറ്റികൾ അതാ നിലവാരത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുക, എന്നിട്ടൊരു എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് കേരളം ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ഉണ്ടായിരുന്നു. ശരിയാ, ആ നീക്കം വന്നിരുന്നെങ്കിൽ ഈ വിദേശ നിലവാരമുള്ള വിദ്യാഭ്യാസം നമുക്ക് കേരളത്തിൽ സ്യൂട്ടബിൾ ആയ സ്ഥലങ്ങളിൽ, നമ്മുടെ ഏതെങ്കിലും ഹിൽ സ്റ്റേഷൻസ്, ഈവൻ കുട്ടിക്കാനത്തോ അല്ലെങ്കിൽ ഇവിടെ പൊന്മുടിയിലെ സ്പേസിന്റെ കോളേജ് തുടങ്ങിയ പോലെ അവിടെയൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളായിരുന്നു. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഈ ചെലവും യാത്രയും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതെ ചെയ്യാമായിരുന്നു. പിന്നെ സാറ് പറഞ്ഞു ഗോൾഡ് ലോൺ എടുത്തിട്ട് പോകുന്ന ഇതിലും ലാഭമെന്ന് ആൾക്കാർ പറയാറുണ്ടെന്ന്. അത് ഒരിക്കലും അല്ല സാർ. ഗോൾഡ് ലോണിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഭയങ്കരമാണ്. അഗ്രി ലോൺ ലോൺസിന് 3 ലക്ഷം വരെ ഉള്ളൂ, കൺസെഷൻ റേറ്റും സബ്വെൻഷനും ഒക്കെ. എങ്ങനെയാ പലരും കൂടി എടുക്കുക? അത് ശരിയാ. അല്ല സാറേ, ഗോൾഡിനോട് വേറെ പ്രശ്നമുണ്ട് സാറേ. 1 ഇയറേ ഉള്ളൂ അതിന്റെ പീരീഡ് ഉള്ളേ. ഓരോ കൊല്ലവും പുതുക്കി വെച്ച് പോകണം. പിന്നെ 3 ലക്ഷം രൂപ കഴിഞ്ഞാൽ പിന്നെ 1,60,60,000 കഴിഞ്ഞാൽ പിന്നെ കൊളാട്രൽ സെക്യൂരിറ്റി കൊടുക്കണം.
പിന്നെ എഡ്യൂക്കേഷൻ ലോൺ അങ്ങനത്തെ റേറ്റ് ഒന്നുമില്ല, അത് വളരെ റീസണബിൾ റേറ്റുകൾ. പിന്നെ സാറി പറഞ്ഞ പോലെ ഈ വിദേശത്തേക്ക് ഫണ്ട് കൊണ്ടുപോകുമ്പോൾ അതിന് വേണ്ടി വരുന്ന ചെലവ്, അതായത് ഇത് കറൻസി എക്സ്ചേഞ്ചിന്റെ ഇതാവും. പിന്നെ അതിനേക്കാളും ഉപരി പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ കൊടുക്കുന്നതിൻ്റെ അത് 15% to 25% ലോൺ എമൗണ്ടിന്റെ കൂടെ നമ്മുടെ മാർജിനും കൂടെ വേണം. അതടയ്ക്കണ്ടേ? ഓരോ ഇൻസ്റ്റാൾമെന്റിലൂടെ അതടയ്ക്കാനുള്ള കപ്പാസിറ്റി വേണം. അപ്പം അത്രയും പൈസ മുടക്കണം. പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെ തന്നെ ജോലി കിട്ടുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പം സ്വീഡനിൽ പോയി പഠിച്ച ഒരാൾക്ക് വോൾവോ കമ്പനിയിൽ ജോലി കിട്ടി കഴിഞ്ഞാൽ ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. ഒരു ടാക്സും കൊടുക്കേണ്ട, ഏറ്റവും ബെസ്റ്റ് ശമ്പളം. അവർക്ക് വേണമെങ്കിൽ അവരുടെ ദേ ആർ ഹാവിംഗ് ദെയർ ഓൺ ഔട്ട്ലെറ്റ് ഇൻ ബാംഗ്ലൂർ. സബ്സിക്വന്റ്ലി അവർക്ക് ഇന്ത്യയിലേക്ക് പോകുന്നതിലും പോരാ, ആ സാലറി റിട്ടേൺ ചെയ്യാം. പിന്നെ തണുപ്പടിക്കണം, കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്, അതൊക്കെ ഉണ്ട്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ വിദേശ ഇത് ഇപ്പം അറിയപ്പെട്ട 1-2 ട്രാവൽ ഗ്രൂപ്പുകൾ പോലും ഇപ്പം പിടിച്ചു നിൽക്കുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ ഒരു കസ്റ്റമർ ഉണ്ട്, എനിക്ക് പേരങ്ങോട്ട് കിട്ടുന്നില്ല, തമ്പിച്ചാൻ എന്ന പുള്ളി അറിയപ്പെടുന്ന, നമ്മുടെ ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള കോട്ടയത്തൊക്കെ അവർക്ക് ഓഫീസുണ്ട്. അവരിപ്പോ ഈ ടൂറിസം തകർന്നു പോയതോടുകൂടി അവരിപ്പം കുട്ടികളെ കൊണ്ട് ഫ്ലൈറ്റുകാർ ഓരോ സ്ഥലത്ത് എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഇത് ചാർട്ടർ ചെയ്ത് ഫ്ലൈറ്റുമായിട്ട് പോവാ. പേരങ്ങോട്ട് മറന്നുപോയല്ലോ, പേര് മറന്നുപോയി. അതുപോലെ തന്നെ അല്ലല്ല സാറേ, അല്ലല്ല, അവര് ഫോറക്സിന്റെ ഇതാണ് അവര്. ഇത് നമ്മുടെ അക്ബർ ട്രാവൽസ് പോലെ വേറൊരു ട്രാവൽസ്, റിയ ട്രാവൽസുകാര് ഇപ്പൊ ഇത് മാത്രമാണ് ചെയ്യുന്നത്. അതായത് ലണ്ടനിലേക്ക് സ്റ്റുഡൻസിനെ ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റെ കൊണ്ടുപോയി അവിടെ കൊണ്ട് അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുക. അതുപോലെ ഏറ്റവും ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് സാന്താ മോണിക്ക. സാന്താ മോണിക്കൊക്കെ ഒരുമാതിരി വിശ്വസനീയരായ ആൾക്കാരാണ്. അവർ കൊണ്ടുവന്ന് സെലക്ട് ചെയ്തിരുന്ന യൂണിവേഴ്സിറ്റിയും ഒക്കെ തന്നെ ഒരുമാതിരി സ്റ്റാൻഡേർഡാണ്. കാരണം അവർ ആ ഒരു ബേസിക്കലി ദേ ആർ ഫ്രം കോട്ടയം, സാന്താ മോണിക്ക ഗ്രൂപ്പ്. എറണാകുളത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. നല്ല ഒരു നമുക്ക് നിലവാരമുള്ള കാര്യങ്ങളെ അവർ ചെയ്യാറുള്ളൂ. അപ്പൊ ഇതിൻ്റെ അകത്ത് പറ്റിപ്പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നിലവാരം ഇല്ലാത്തടത്തൊക്കെ ചെന്ന് പെട്ട് സാറ് പറഞ്ഞൊരു മെഡിസിനൊക്കെ പഠിക്കാൻ വേണ്ടി അവിടെയൊക്കെ പോയിട്ട് ആ പിള്ളേർക്ക് നമ്മുടെ ഇവിടുത്തെ ആ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകാൻ കഴിയാതെ പോകുന്നു. പിന്നെ ഈ പറഞ്ഞ കാര്യം, ഈ കോഴ്സ് പീരീഡില് ഇൻട്രസ്റ്റും മാർജിൻ മണി അടയ്ക്കാൻ അയാളുടെ കോബ്ലിഗന്റിന് സാധിക്കാതെ പോകുന്നതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ അകത്ത് വേറെ ബാങ്കിന് യാതൊരു കൺസെഷൻ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതൊരു ബാങ്ക്സ് ഓൺ സ്കീമാണ്. ഇറ്റ് ഈസ് നോട്ട് എ സ്കീം ബൈ IBA. IBA സ്കീമാണ്, അതിന് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ വരെ ഉണ്ട്. അല്ല സാർ, എനിക്ക് അതിനകത്ത് ഒരു സംശയം ഉണ്ടല്ലോ സാറേ. ഈ മൊറട്ടോറിയം പീരീഡ് കൊടുക്കാൻ ഒരു പ്രൊവിഷൻ ഉണ്ടല്ലോ ഇതിന്, നിങ്ങളുടെ ബാങ്ക് കൊടുക്കുന്നില്ല? കോഴ്സ് പീരീഡ് ഇവർ അടയ്ക്കേണ്ട ആവശ്യം ഇല്ലാത്തതാണ് ശരിക്കും പറഞ്ഞാൽ പല ബാങ്കിലും. ഞങ്ങൾ ഇൻട്രസ്റ്റ് സർവീസ് ചെയ്യണം. ഞാൻ എടുത്തിട്ട് പോലും ഇൻട്രസ്റ്റ് സർവീസ് ചെയ്യും. എന്റെ മോൻ സ്റ്റഡിങ് ഇൻ സ്വീഡൻ. അതാ വേറെ ബാങ്കിന്റെ. പക്ഷെ മിക്കവാറും ബാങ്കുകൾ അതിന്റെ മൊറട്ടോറിയം കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റിന്. സാറേ, ഇതിനേക്കാളും പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. യൂറോപ്പിൽ പഠിക്കാൻ പോകണമെങ്കിൽ ഓവർ ആൻഡ് അബൌവ് ദിസ് ലോൺ എമൗണ്ട് ഈ ഇൻഡിവിജ്വലിന്റെ പേരിൽ, അയാളുടെ തന്നെ പേരിൽ, സ്റ്റുഡന്റിന്റെ തന്നെ പേരിൽ കുറഞ്ഞ ഒരു 10 ലക്ഷം രൂപയും സേവിംഗ് അക്കൗണ്ടിൽ അടച്ചിരിക്കണം. അത് ഞാൻ അവിടെ കാണിച്ചില്ല, അതിന്റെ ബാക്ക് ഷീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അവരിടയ്ക്കിടയ്ക്ക് ആ അക്കൗണ്ടിന്റെ അകത്ത് സ്റ്റിൽ ആ എമൗണ്ട് റീറ്റെയിൻ ചെയ്യുന്നുണ്ടോ? കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവന് ലിവിംഗ് കോസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു പൈസ ഇവന്റെ കയ്യിൽ തന്നെ ഇന്ത്യയിൽ റിട്ടേൺ ചെയ്യും. അപ്പൊ അഡീഷണൽ ഓവർ ആൻഡ് അബവ് അത്രയും പൈസയും കൂടെ അറേഞ്ച് ചെയ്യണം. ചിലർ മറ്റൊരാളോട് വാങ്ങിച്ചൊക്കെ ഇടും, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടും. പക്ഷേ ഇവർ ഇടയ്ക്കിടയ്ക്ക് റാൻഡമായിട്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേന് ഈ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലെങ്കിൽ റൈറ്റ് അടിക്കും, പൊക്കോളം പറയും. You are not maintaining that 10 lakhs rupees in your account, so just quit the college. ചെക്കിംഗ് വരാറുണ്ട് അല്ലേ? ചെക്കിംഗ് വരെ റാൻഡം ആണ് എങ്കിലും. പക്ഷെ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് നമുക്ക് അനുഭവപ്പെട്ടില്ല. നമ്മുടെ അവിടെ നിന്ന് പലരും ഇത് മേടിച്ചോണ്ട് പോയിട്ടുണ്ട്, അവരെല്ലാം എടുത്തോണ്ട് പോയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നില്ല. കൂടുതലും പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇങ്ങനെയൊക്കെ സ്ഥലത്തുനിന്ന് പോകുന്നവരെ ചെന്ന ഉടനെ അവർ എടുത്തു മാറ്റും. പക്ഷെ നമ്മളെ അത്ര ഇന്ത്യക്കാരെ പൊതുവെ ഓൾ ഇന്ത്യ ഇന്റർനാഷണൽ ലെവലിൽ നോക്കുമ്പോൾ നമ്മളൊക്കെ അവർ വെച്ച് അത്രയും കളിപ്പീരുകാരല്ലെന്നാണ് അവരുടെ ധാരണ. അതുകൊണ്ട് നമ്മളെ ചെയ്യാറില്ല എന്നേ ഉള്ളൂ. പിന്നെ യൂറോപ്യൻ കൺട്രീസ് നോക്കുമ്പോൾ ബേസിക്കലി നമ്മൾ ഇവിടുത്തെ മലയാളികളെ കുറിച്ച് അവർക്കൊരു നല്ല അഭിപ്രായമാണുള്ളത്. അതുകൊണ്ടൊക്കെയാണ്. പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ദ പ്രോപ്പർ വേ. ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് സ്റ്റിൽ ദ കോഴ്സ് ഈസ് കംപ്ലീറ്റഡ് എന്നുള്ളതാണ്. ഒരു സെക്യൂരിറ്റി എമൗണ്ട് ആണ് അല്ലേ? സെക്യൂരിറ്റി എമൗണ്ട് ആണ്. എന്തെങ്കിലും കാരണവശാൽ ഈ പുള്ളിക്ക് അവിടെ നിൽക്കാൻ വരാതെ വന്നുവെങ്കിൽ ആ പൈസ ഉപയോഗിക്കാൻ ഉള്ള അവർക്കൊരു ഇതുണ്ട്. ഈ സാറ് പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഒരു ഇത് പറയാം. നമ്മുടെ ഈ കോഴ്സ് പീരീഡിനകത്ത് അവര് പിന്നെ പാർട്ട് ടൈം ജോലിക്ക് പോകുന്ന കാര്യത്തിൽ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അവർ ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കോമ്പൗണ്ടിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ചെയ്യാം, കോമ്പൗണ്ടിന് വെളിയിൽ പോയി ജോലി ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ അമേരിക്കയിൽ ട്രംപ് വന്നതിന് ശേഷം വെച്ച കണ്ടീഷനാണ്. അതിപ്പോ ഈ കോവിഡ് ഒക്കെ വന്നുകൊണ്ടുള്ള തൊഴിലില്ലായ്മ, അവിടുത്തെ ആൾക്കാർക്ക് തന്നെ തൊഴിലില്ലായ്മ വന്നു. അവര് വെളിയിൽ ജോലി ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇതിനകത്ത് വല്ല ജോലിയുണ്ട്, അതിനകത്ത് വല്ല
പിന്നെ ഹോട്ടലോ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയി ഈ പാത്രം കഴുകാനും ഒക്കെ ചെയ്യും. അതൊക്കെ ചെയ്യും, അതിന് കുഴപ്പമില്ല. ഈ കോമ്പൗണ്ടിന് വെളിയിൽ, കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഏക്കർ കണക്കിനുള്ള കോമ്പൗണ്ട്, അവിടെ പല പല സ്ഥാപനങ്ങളുണ്ടാവും. ആ കോമ്പൗണ്ടിനകത്ത് ചെയ്യാം, കോമ്പൗണ്ടിന് വെളിയിൽ പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ ട്രംപ് വന്നപ്പോൾ വെച്ചിട്ടുണ്ട്. പക്ഷെ കാനഡയിൽ അങ്ങനെയൊന്നുമില്ല. കാരണം കാനഡയിൽ ഇപ്പോഴും ജോലി ചെയ്യാൻ ആളില്ല. അതുകൊണ്ട് അമേരിക്കയിൽ ഇല്ലായിരുന്നു, ഈ ട്രംപ് വന്ന ശേഷം വെച്ചൊരു കണ്ടീഷനാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല സാറേ. അങ്ങനെ ഉണ്ട്, അങ്ങനെ ഒരു കണ്ടീഷൻ. അതുപോലെ ടൈമിങ്ങിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്, 20 hours പെർ വീക്ക് എന്നോ അങ്ങനെ ഒരു കണ്ടീഷൻ കൊണ്ടുണ്ട്. 20 to 30 hours ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? പിന്നെ അവരുടെ വിസ, സ്റ്റഡി കഴിഞ്ഞിട്ട് വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കൂടെ വർക്ക് ചെയ്യാം. എക്സ്റ്റൻഷൻ ഫോർ 1 year വരെ കൊടുക്കും. അതുണ്ട്. നല്ല യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പുറത്തു പോയി അവിടുത്തെ സാഹചര്യങ്ങളും നിലവാരങ്ങളും ഒക്കെ മനസ്സിലാക്കി ആ രീതി പോവുകയാണെങ്കിൽ, പോവുകയാണെങ്കിൽ പോയി നല്ല ഒരു നല്ല വിൽ പവർ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ ഇങ്ങനെയൊക്കെ പോയി പഠിക്കാനും. എന്റെ സാറേ അവിടുത്തെ എക്സ്പീരിയൻസ്, അവിടുത്തെ എഡ്യൂക്കേഷണൽ ലെവലൊന്നും ചെറുതൊന്നുമില്ല സാറേ. എന്റെ മോള് പഠിക്കാൻ പോയതാ, ഞാൻ പറയാ. എന്റെ മോള് നമ്മുടെ ഇവിടുത്തെ മാതിരി നെറ്റിൽ കാണുന്ന പോലെ കാര്യങ്ങൾ എടുത്ത് കോപ്പി ചെയ്ത് അവളുടെ ഒരു ഇതിനകത്ത് കൊടുത്തു. അതിനവര് നമ്മൾ സ്വന്തം നമ്മൾ കണ്ടെത്തി പഠിച്ച് നമ്മൾ തന്നെ ഇത് കൊടുക്കണം. നെറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തതിന് അവര് കൊടുത്തത് 0 മാർക്കാ. മനസ്സിലാവോ അവർക്ക്? 0 മാർക്ക് കൊടുത്തു. ഇന്ത്യയിലേ നടക്കുള്ളൂ. ഇവിടെ ഉണ്ട് സാർ, പക്ഷെ ഇവിടെ അത്ര സ്റ്റാൻഡേർഡ് PPR സ്റ്റാൻഡേർഡ് ഇല്ല സാർ, ഒരു സംശയവും വേണ്ട. ഞാനിവിടെ എൻ്റെ മകൻ ബയോടെക്നോളജി പോകുന്ന ആള്, അദ്ദേഹത്തിന്റെ ഇന്റേൺഷിപ്പ് ചെയ്തത് ഞാൻ നിർബന്ധിച്ചതുകൊണ്ട്, പുറത്തങ്ങ് പോകണ്ടെന്ന് പറഞ്ഞു, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിലാണ്. ഹൊറിബിൾ, ഒന്നും നടക്കുന്നില്ല ഇവിടെ ഈ പൂജപ്പുര, ട്രിവാൻഡ്രം പൂജപ്പുര. പക്ഷെ ആഫ്റ്റർ ദാറ്റ് he resigned from his job and joined in a central government owned Hyderabad Central Lab of Microbiology and അങ്ങനെ ഒരു സംഭവം. So he is experiencing wonderful this thing from this thing. കാരണം അത് കേരളത്തിലൊരു കാര്യം കേന്ദ്ര ഗവൺമെന്റാണ് പോലും വൃത്തിയായിട്ടല്ല നടക്കുന്നത്. കാരണം നമ്മൾ ഈ വാചോടിച്ച് പൊങ്ങച്ചടിക്കുന്ന അല്ലാതെ ഒരു കാര്യം ഭംഗിയായിട്ട് നടത്താൻ നമുക്ക് അറിയത്തില്ല. അത് ഒരു ദയനീയമായ വസ്തുതയാണ്, നമ്മുടെ ഒരു ദയനീയമായ സ്ഥിതിവിശേഷമാണ്. അത് നമ്മൾ ഓവർകം ചെയ്തില്ലെങ്കിൽ നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ തള്ളപ്പെട്ടു പോകും. എഡ്യൂക്കേഷൻ സിസ്റ്റം കൂടുതൽ ലിഫ്റ്റ് ചെയ്ത് എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്കിലും അല്ലെ ബാക്കിയൊക്കെ. അതെ അതെ, അറ്റ്ലീസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ എല്ലാം പോയി. എല്ലാവും നമ്മുടെ കിറ്റക്സിന്റെ സാബ് പറഞ്ഞ പോലെ മക്കളെ പഠിക്കണമെങ്കിലും മക്കൾക്ക് ജോലി കിട്ടണമെങ്കിലും കേരളം വേണം. ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഡൽഹി, പൂനെ പോവാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ പോകണം. അവർക്ക് ജോലി കിട്ടണമെങ്കിലും അങ്ങോട്ടൊക്കെ പോകണം. അവസാനം പേരൻസ് ആഫ്റ്റർ 50 സ്നേഹിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ 2 പട്ടിയെ വളർത്തുക, 2 മക്കളും പുറത്താണ്. See, this is the real situation. ഇവിടെ ഒരു വ്യവസായം വരാൻ എല്ലാവരും ഇപ്പൊ കുട്ടികളൊക്കെ പുറത്ത് പോകണമെന്ന് വെച്ചാൽ പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ വീട്ടിൽ നാച്ചുറലായിട്ടും ഇവിടെ എല്ലാവരും പഠിക്കാൻ അവസരം ഇല്ലാഞ്ഞിട്ട്, ഇവിടെ അവസരം ഇല്ലാഞ്ഞിട്ട് പോകുന്നു. അതുപോലെ ജോലിയില്ലല്ലോ ഇവിടെ. എന്തെങ്കിലും ജോലി കിട്ടുമോ ഇവിടെ? എന്തെങ്കിലും സ്ഥാപനം ഉണ്ടാകാനുള്ള ഒരു ശ്രമമുണ്ടോ? അവിടെയൊക്കെയാണ് പ്രശ്നം. ഓക്കെ, ഇപ്പൊ വേറെ ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ ദിവസം നമ്മുടെ വേണുഗോപാൽ സാറാണ്. സാറ് ഒരു സ്പിരിച്വാലിറ്റിയും ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ് ആണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമാണ് നാളെ കേൾക്കാം. ഒരാൾക്കും സംശയങ്ങളൊന്നും ചോദിക്കാൻ? ഞാൻ എടുത്ത ഈ വിഷയം ഒരു യൂസ്ഫുൾ ആയിട്ട് വളരെ നല്ലതായിരുന്നു സാർ. വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ തോമസ് സാറിന് പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റും പറയുന്നു. നാളെ കാണാം. ഓക്കെ, താങ്ക് യു.